സോളാർ പരിശീലന സെഷനിലേക്ക് എല്ലാവരെയും ഊഷ്മളമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നാം പരിചിന്തിക്കുന്ന വിഷയം ഓൺ ഗ്രിഡിനെ കുറിച്ചാണ്. അതിനു മുമ്പായിട്ട് ചില ആളുകൾക്ക് ഇതിൽ സൗണ്ട് കിട്ടാതെ വന്നേക്കാം. അവർ ആ സെറ്റിങ്സ് ക്ലിയർ ചെയ്യാത്തതുകൊണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചേക്കാമെന്ന്. അവർ ശബ്ദം കിട്ടാത്തവർക്ക് വേണ്ടിയാണ് ഇത് കാണിക്കുന്നത്. ഓക്കെ, ഇന്ന് അനേക ഓൺ ഗ്രിഡ് ഇൻസ്റ്റലേഷൻ നടക്കുന്നുണ്ട്. പല ഓൺ ഗ്രിഡ് ഇൻസ്റ്റലേഷനിലും ചില പാളിച്ചകളൊക്കെ പറ്റുന്നുണ്ട്. അതിന്റെ കാരണം അതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം, ഏതെല്ലാം കാര്യങ്ങളാണ് അതിനുള്ളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളത് പലർക്കും അറിയില്ല. നമ്മൾ ഇന്ന് ഇതിന് ഈ സെഷൻ കൈകാര്യം ചെയ്തത് മിസ്റ്റർ അരുണാണ്. അരുണിനെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ ഇന്ത്യയിലും വിദേശത്തും വർക്ക് ചെയ്തുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. മെഗാവാട്ട് പ്രോജക്റ്റുകളൊക്കെ ഡിസൈൻ ചെയ്യുകയും അത് കൈകാര്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ മെഗാവാട്ട് പ്രോജക്റ്റുകൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ വ്യത്യസ്ത മേഖലകളിലുള്ള പരിചയമാണ് ഈ അരുണിനെ വ്യത്യസ്തമാക്കുന്നത്. അതിലെ ഇപ്പം മൈക്രോഗ്രിഡ് പവർ സ്റ്റേഷൻ, അതിനെക്കുറിച്ച് നല്ല നോളജ് ഉണ്ട്. അതുപോലെ തന്നെയാണെങ്കിൽ ഓഫ് ഗ്രിഡ്, വ്യത്യസ്ത തരം ഓഫ് ഗ്രിഡുകളും അതെങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, ഏതെല്ലാം പ്രത്യേകതകൾ, ഇനിയും ഓൺ ഗ്രിഡും അതുപോലെ ജനറേറ്ററുമായിട്ട് സിങ്ക്രണൈസ് ചെയ്യുന്ന സിമ്പിളായിട്ടുള്ള കുറെ മെത്തേഡുകൾ, ഇങ്ങനെയുള്ള പല മേഖലകളിൽ ഈ അരുണിന് നല്ല നോളജ് ഉണ്ട്. തീർച്ചയായും അരുണിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ വളരെ വാല്യബിൾ ആണ്. മുൻ ക്ലാസ്സുകളിൽ അരുൺ ഇതുപോലെ ക്ലാസ് എടുത്തിട്ടുണ്ട്. ആ ക്ലാസ്സുകളൊക്കെ വളരെയധികം പ്രയോജനപ്പെട്ടെന്ന് അതിനുശേഷം അതിൽ ക്ലാസ്സിൽ പങ്കെടുത്ത ആളുകൾ പറഞ്ഞിട്ടുണ്ട്. സോളാർ മേഖലയിൽ ഒരു 7 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൂടാതെ ഇലക്ട്രിക്കൽ മേഖലയിൽ 10-15 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. പല കമ്പനികളിലും അത് കോൺട്രാക്ട് ബേസ്ഡ് വർക്ക് എടുത്തിട്ടുള്ള അതിൻ്റെ എല്ലാ മേഖലകളെ സംബന്ധിച്ചും നല്ല നോളജുള്ള ഒരാളാണ് നമുക്കിന്ന് ക്ലാസ് എടുക്കാൻ വന്നിരിക്കുന്നത്. തീർച്ചയായും അതുകൊണ്ട് നല്ല ശ്രദ്ധ കൊടുക്കാൻ സാധിക്കും. നമുക്ക് അരുണിനെ വെൽക്കം ചെയ്യാം. അരുൺ, വെൽക്കം. മൈക്ക് ഓഫ് ആണ്, ഒന്ന് ചേട്ടാ. ഗുഡ് ഈവനിങ്, താങ്ക് യു ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന്. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അരുൺ എന്നാണ്. ഇലക്ട്രി എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ ഇപ്പം അവിടുത്തെ ടെക്നിക്കൽ ഹെഡായിട്ട് നിൽക്കുന്നു. പിന്നെ ഇന്ന് സംസാരിക്കുന്ന ആക്ച്വലി ഇന്നിപ്പം ഓൺ ഗ്രിഡിനെ പറ്റിയാണ് ടോപ്പിക്ക് വന്നേക്കുന്നത്. ഞാൻ അരുണിന്റെ പ്രൊഫൈൽ ഒന്ന് പറഞ്ഞേക്കോ. അരുൺ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, ഞാൻ അത് പറയാം. എന്റെ മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സോളാറുമായിട്ടാണ് വരുന്നത്. സോളാറിൽ ഒരു കമ്പനിയിൽ ഒരു സ്റ്റാർട്ടിങ് തന്നെ ഒരു 2 വർഷം ഞാൻ ഒരു വർഷം 1.5 വർഷം ഒരു കമ്പനിയിൽ സോളാർ പ്രൊജക്ട് എഞ്ചിനീയർ ആയിട്ട് ജോലി ചെയ്തു. അത് ആ മേഖലയിൽ നിന്നാണ് ഞാൻ കയറി വരുന്നത്. അവിടെ നിന്നാണ് ഞാൻ കയറി വരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് കുറെ സബ് കോൺട്രാക്ട്, ഇപ്പോഴല്ല കുറെ വർഷങ്ങൾക്ക് മുമ്പ് സബ് കോൺട്രാക്ട് എടുക്കുമായിരുന്നു. ഓൺ ഗ്രിഡിൽ തന്നെ, സിസ്റ്റം ഓൺ ഗ്രിഡ് തന്നെ. പിന്നെ സബ് കോൺട്രാക്ട് എടുത്തു. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് എല്ലാവർക്കും വരുന്ന തൊട്ട് തന്നെ സാമ്പത്തിക പ്രതിസന്ധി വന്നപ്പോഴത്തേക്കിന് നേരെ വിദേശത്തോട്ട് പോയി. അവിടെയും ഒരു കുറെ കഷ്ടപ്പെട്ട് കുറെ ഇതില്ലാത്തിൽ സോളാറിൽ തന്നെ നിന്നു. സോളാറിലും പിന്നെ MEP, അതായത് HVAC സിസ്റ്റത്തിലും ഇലക്ട്രിക്കലിലും അങ്ങനെ കുറെ അതിൽ എഞ്ചിനീയർ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നിന്നു. അത് കഴിഞ്ഞിട്ട് തിരിച്ച് ഇന്ത്യയിൽ വന്നിട്ട് ഇവിടെ കുറെ ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ വരുന്നത്. അത് കഴിഞ്ഞ് മഹാരാഷ്ട്ര, പിന്നെ ഗുജറാത്ത് അങ്ങനെയുള്ള ഏരിയകളിൽ അവരുടെ ഒരു മഹേന്ദ്രയുടെ എല്ലാ ഒരു പ്രൊജക്റ്റിൽ ഭാഗമാകാൻ പറ്റി. അങ്ങനെ കുറെ വലിയ വലിയ പ്രൊജക്ടുകളിൽ പറ്റി. പിന്നെ അത് കഴിഞ്ഞിട്ട് KSEBയുടെ സ്മാർട്ട് ഗ്രിഡ്, മൈക്രോ ഗ്രിഡ് അതിന്റെ ഒരു പാർട്ടായിട്ട് മാറി. അതിന്റെ ഒരു പാർട്ടായിട്ട് മാറി. ഇപ്പം കൂടുതലും മൈക്രോ ഗ്രിഡിലും സ്മാർട്ട് ഗ്രിഡിലും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നു. കാരണം ഇനി ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഇതിലാണ്. അപ്പൊ ഇപ്പോഴും ആ ഒരു രീതി ചെയ്യുന്നു. ഓൺ ഗ്രിഡിനകത്തിലാണ് കൂടുതലും, ഓൺ ഗ്രിഡിനകത്തിലാണ് എക്സ്പീരിയൻസ്. ഇപ്പം കുറച്ച് ഹൈബ്രിഡ് മൈക്രോ ഗ്രിഡിലോട്ട് വന്നേക്കുന്നു.
ഇനി സ്മാർട്ട് ഗ്രിഡ് ആണ് നമ്മളുടെ അൾട്ടിമേറ്റ് എയിം. കാരണം അത് മനസ്സിൽ കിടക്കാൻ തുടങ്ങിയിട്ട് ഒരു 10 വർഷമായി. അപ്പൊ സ്മാർട്ട് ഗ്രിഡ് എന്ന് പറയുന്ന ഒരു എയിമിനെ ലക്ഷ്യമിട്ടിട്ട് തന്നെയാണ് ഈ പറഞ്ഞ സോളാർ മേഖലയിൽ തന്നെ ഞാൻ വരുന്നത്. കാരണം സ്മാർട്ട് ഗ്രിഡ് എന്ന് പറയുന്ന ഒരു വലിയ അപ്പം സ്മാർട്ട് ഗ്രിഡ് എന്ന് പറയുന്നത് പഠിക്കുന്ന കാലം തൊട്ട് എന്റെ മനസ്സിൽ പതിഞ്ഞുകൊണ്ട് തന്നെ എന്റെ പ്രൊജക്റ്റും സെമിനാറും പിന്നെയുള്ള ജോലിയും എല്ലാം അതിനെ ബേസ് ചെയ്ത് തന്നെ വന്നു, ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട്. അപ്പം അൾട്ടിമേറ്റ് ലക്ഷ്യം സ്മാർട്ട് ഗ്രിഡ് എന്ന് പറയുന്ന ഒരു ഇതിന്റെ പാർട്ടാകുക എന്നുള്ളതാണ്. ഏകദേശം ദൈവത്തിന്റെ കൃപ കൊണ്ട് കുഴപ്പമില്ലാതെ അതിനോട്ട് അടുക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് ബേസിക്കലി എന്റെ ഒരു പ്രൊഫൈല്. വലിയ അത്യാവശ്യം ഇതിനകത്തുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. അത്ര വലിയ നോളജ് ഉണ്ടെന്ന് ഞാൻ പറയില്ല, എക്സ്പീരിയൻസ് അത്യാവശ്യമുണ്ട്. അപ്പൊ എന്തെങ്കിലും ട്രബിൾസും കൂടുതൽ, കാരണം ഇപ്പൊ ഇതിനകത്തുള്ള എല്ലാവർക്കും അരുൺ നെറ്റ് കുറവാണെന്ന് തോന്നുന്നു. എന്നോട് എന്നെ അറിയുന്ന രീതി നമുക്കൊരു ഇന്ററാക്ട് ചെയ്ത് പോകാൻ പറ്റുമായിരിക്കും. അങ്ങനെ ആയിരിക്കത്തില്ലേ കണ്ണൻ ചേട്ടാ കുറച്ചുകൂടെ നല്ലത്? കാരണം ഓൺ ഗ്രിഡ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഓൾറെഡി എല്ലാവർക്കും നല്ല അറിവുള്ളതാ, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ പോകുന്നതല്ലേ കണ്ണൻ ചേട്ടാ നല്ലത്? അങ്ങനെ വേണം ചെയ്യാം. ക്വസ്റ്റ്യൻ സെഷൻ പോലെ വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, കുറച്ചുകൂടെ നല്ല, കാരണം ഓൺ ഗ്രിഡിനെ പറ്റി എല്ലാവർക്കും വലിയ നല്ല രീതിയിലുള്ള ധാരണകൾ. അരുണിന് നെറ്റ് കുറവുണ്ട്. അരുൺ അവിടെ ഇച്ചിരി നെറ്റ് കുറവുള്ളതാണ് കാണിക്കുന്നത്. ആണോ? ഇല്ല, എനിക്കൊരു കോൾ വന്നത്, അതിന്റെ ഇടയ്ക്ക് ആയിരിക്കും പോയേക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ചോദ്യം ചോദിക്കാം. നമുക്കൊരു ക്യു സെഷൻ പോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാം. ചോദിച്ചോളൂ. അരുണ് വേണമെങ്കിൽ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? ഒരു ഓൺ ഗ്രിഡ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ്, പിന്നെ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ കഴിയുന്ന കാര്യങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഇന്നിപ്പം കണ്ടുവരുന്ന പൊതുവെ ഉള്ള പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞ 2 വർഷം ഉണ്ടല്ലോ, ഏകദേശം ഒരു 5 വർഷം 6 വർഷമായ സിസ്റ്റങ്ങൾ കാണിച്ചു തുടങ്ങുന്ന കംപ്ലൈന്റുകളാണ് ഞാൻ പറയുന്നത്. കാരണം ഇപ്പൊ വെച്ചിരിക്കുന്ന, ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓൺ ഗ്രിഡ് സിസ്റ്റം എല്ലാവരും പറയുന്ന മെയിൻ്റനൻസ് ഫ്രീ ആണെന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ അത്ര മെയിൻ്റനൻസ് ഫ്രീ ആയെന്നൊന്നും വരുന്നില്ല. കാരണം കസ്റ്റമറിനെ സംബന്ധിച്ചിടത്തോളം മെയിൻ്റനൻസ് ഇല്ല കമ്പനി, കാരണം ഇതിന് രണ്ട് കമ്പോണൻസേ ഉള്ളൂ പ്രധാനമായിട്ടും. പാനലും വരുന്നുണ്ട്, ഇൻവെർട്ടറും വരുന്നുണ്ട്, ബാക്കിയെല്ലാം സാക്രിഫൈസിങ് ഡിവൈസസുകളാണ്, ഫ്യൂസ് എല്ലാം അങ്ങനെയുള്ള സിസ്റ്റം. അപ്പം ഏറ്റവും കൂടുതൽ കംപ്ലൈന്റുകൾ വരുന്നത് ഏറ്റവും മുകളിൽ നിന്ന് തന്നെ തുടങ്ങാം. ഓൺ ഗ്രിഡ് സിസ്റ്റത്തിന് പ്രധാനമായിട്ടുള്ള കമ്പോണൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ പാനൽസ്, പിന്നെ അതിന്റെ പ്രൊട്ടക്ഷൻ ഡിവൈസസുകൾ, അതായത് DC സൈഡിലുള്ള അരേ ജംഗ്ഷൻ ബോക്സ് എന്ന് വിളിക്കും. പിന്നെ ഇപ്പം വന്നേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SMU വരുന്നുണ്ട്, അതായത് സ്ട്രിംഗ് മോണിറ്ററിംഗ് യൂണിറ്റ് വരുന്നുണ്ട്. ഇപ്പം SMU ആണ് പൊതുവെ എല്ലാവരും ഇപ്പൊ ഉപയോഗിച്ച് വരുന്നത്. ഇപ്പം പുതിയതായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്ന SMU ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. DCDB നമ്മുടെ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ DCDB ഉപയോഗിക്കുന്നത്, പുറത്തോട്ടൊക്കെ വരുമ്പോൾ SMU ഉപയോഗിക്കുന്നത്. പിന്നെ അത് തന്നെയാണ് അരേ ജംഗ്ഷൻ ബോക്സ് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത്. പണ്ടൊക്കെ ഡയോഡ് യൂസ് ചെയ്യാറുണ്ട്, ഇപ്പൊ അതിനകത്തിൽ ഡയോഡ് ഒന്നും ഇല്ല. ഇപ്പം എല്ലാം ഇത് വന്നു, കുറഞ്ഞു വന്നു. ഓരോ കാര്യങ്ങളും കുറഞ്ഞു വന്നു. പല കാര്യങ്ങളും അതായത് ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്ത് ഇപ്പം കണ്ടിട്ടുണ്ട് പൊതുവെ എല്ലാവരും. ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്തിട്ട് ഇപ്പൊ ന്യൂട്രലിന് ലിങ്ക് ഇടുകയെന്നോ, ഫ്യൂസ് വെക്കുന്നില്ല, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ വന്നു. ബ്രേക്കറും പിന്നെ SPD Type 2 വന്നു. അതിന്റെ തന്നെ ബ്രാൻഡിൽ തന്നെ പല ഡ്യൂപ്ലിക്കേറ്റുകളും വന്നിരിക്കുന്നു. ഒരു പ്രൊഡക്റ്റ് ആയിട്ട് DCDB മാറി. നേരത്തെ ഡിസൈൻ ചെയ്യുമായിരുന്നു, ഇപ്പൊ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് തന്നെ വന്നു. എല്ലാവരും മാർക്കറ്റിൽ അത് മേടിക്കുന്നു, ഒരു പർട്ടിക്കുലർ കമ്പനിയുടെ സാധനം മേടിക്കുന്നു, ഇൻസ്റ്റാൾ ചെയ്യുന്നു. അതിന്റെ ഈ ഇൻവെർട്ടറുമായിട്ട് എത്ര കോമ്പാക്റ്റബിൾ ആണ്, അല്ലെങ്കിൽ സ്ട്രിങ്ങുമായിട്ട് എത്ര കോമ്പാക്റ്റബിൾ ആണെന്നൊന്നും ആരും ചെക്ക് ചെയ്യുന്നില്ല ഇപ്പം. അതുകൊണ്ട് കംപ്ലൈന്റ് റേഷ്യോ കുറച്ച് കൂടുന്നുണ്ട് ഇപ്പം. നേരത്തെ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് കാലത്ത് ചെയ്തതിനകത്തിൽ ഇതിനൊന്നും ഒരു ഇഷ്യൂ ഇല്ലായിരുന്നു. എല്ലാം കറക്റ്റായിട്ട് അന്ന് ഈ നമ്മുടെ സിസ്റ്റത്തിനെ ബേസ് ചെയ്തായിരുന്നു DCDB എല്ലാം ഡിസൈൻ ചെയ്യുക. റെഡിമെയ്ഡ് ആയിട്ട് പ്രോഡക്റ്റ് ഇല്ലായിരുന്നു ഒരു 4 വർഷം 5 വർഷം മുമ്പ്.
ഇപ്പൊ അങ്ങനെയല്ല വരുന്നത്. ഇപ്പൊ എല്ലാം റെഡിമെയ്ഡ് വരുവാണ്. എല്ലാം ഒരു കറക്റ്റ് ഒരു ഇതായിട്ട് വരുന്ന ഒരു പാക്കേജ് ആയിട്ടൊക്കെ ഇപ്പൊ ആൾക്കാർ കൊടുക്കുന്നു. ഒരു ഓൺ ഗ്രിഡ് പാക്കേജ് ആയിട്ടൊക്കെ വരും. അപ്പൊ അതിന്റെ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പറഞ്ഞ സാധനത്തിനകത്ത് ഈ പറഞ്ഞ ACDP-ക്കകത്തും DCDP-ക്കകത്തും എന്തെങ്കിലും ഒരു പോരാഴി വരുമ്പോഴത്തേക്കിന് അതിന്റെ പൂർണ്ണ ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ ഇൻവെർട്ടറിനാണ് വരുന്നത്. പൊതുവെ എല്ലാ ഇൻവെർട്ടറുകളും നമുക്ക് ഏറ്റവും വെല്ലുവിളി നേരിടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, തണ്ടർ അല്ലെങ്കിൽ ഇടി വെട്ടുമ്പോഴൊക്കെയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നത്. അപ്പൊ ഒന്നെങ്കിൽ ലൈനിൽ നിന്നുള്ള ഒരു ട്രാൻസിയന്റ് വോൾട്ടേജ് വന്ന് നമുക്ക് SPD ഒക്കെ മോശമായിട്ടുള്ളതാണെങ്കിൽ ഇപ്പം ചില ഇൻവെർട്ടറുകൾക്ക് അവർ തന്നെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് ഇത്ര വോൾട്ടേജ് റേഞ്ച് 280 അല്ലെ ആ ഒരു വോൾട്ടേജ് റേഞ്ചിനുള്ള സിസ്റ്റം ഇത് SPD വെച്ചില്ലെങ്കിൽ എന്ത് പറ്റും, പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ഒരു ട്രാൻസിയന്റ് വോൾട്ടേജ് വരുമ്പോഴത്തേക്കിനും ഓൾറെഡി ഇൻവെർട്ടർ മൊത്തം പോകും. പിന്നെ ആ ഇൻവെർട്ടർ 5 വർഷം വാറന്റി ഉള്ളതുകൊണ്ട് അവർ റീപ്ലേസ് ചെയ്ത് തരും. ഈ 5 വർഷം കഴിഞ്ഞാണ് കസ്റ്റമറും ബുദ്ധിമുട്ടാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ആദ്യത്തെ ഒരു വർഷം നിങ്ങൾക്ക് ഒരു ഇഷ്യൂ എന്തായാലും ഫേസ് ചെയ്യുമെന്ന് വിചാരിക്കാം. ഒരു ആദ്യത്തെ 2 വർഷത്തിനുള്ളിൽ ഈ പറഞ്ഞേക്കുന്ന രീതിയിലല്ലെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങളുടെ സിസ്റ്റം കംപ്ലൈന്റ് ആകാനുള്ള ചാൻസ് വളരെയധികം പ്രോബബിലിറ്റി കൂടുതലാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ കംപ്ലൈന്റ് റേഷ്യോ കുറയ്ക്കാൻ പറ്റും നമുക്ക്. പാനൽ ടു പാനൽ എർത്ത് ചെയ്യുന്നത്, ഈ പാനൽ ടു പാനൽ എർത്ത് ചെയ്യാതിരിക്കുമ്പോഴാണ് കൂടുതലും ഈ പറഞ്ഞ ഇൻവെർട്ടറുകൾക്ക് MPPT ഷോർട്ട് എന്ന് പറഞ്ഞൊരു കംപ്ലൈന്റ് വരും. അതായത് MPPT ഷോർട്ട് എന്ന് പറഞ്ഞാൽ അത് MPPT ഷോർട്ട് ആകും. അതായത് ഈ പറഞ്ഞ പാനൽ ടു പാനൽ എർത്ത് ചെയ്യാതെ വരുമ്പോഴത്തേക്കിന് DC സൈഡിൽ നിന്ന് വരുന്ന ഒരു ഫോൾട്ട് ആകും. അപ്പൊ അത് ഈ പാനൽ ടു പാനൽ മസ്റ്റ് ആയിട്ട് ലൂപ്പ് ചെയ്ത് എർത്ത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കംപ്ലൈന്റ് കൂടുതലായിട്ട് ഫേസ് ചെയ്യും ഇടിയുള്ള കൂടുതൽ ഏരിയകളിൽ. പിന്നെ വരുന്ന സ്ട്രക്ചറിനാണ് വരുന്നത്. സ്ട്രക്ചറിന് വരുന്ന കംപ്ലൈന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ഒരു സ്ക്വയർ ട്യൂബ് ഇട്ടാ ചെയ്തെങ്കിൽ ഇപ്പൊ നമ്മൾ കൂടുതൽ റെക്ടാങ്കിൾ സെക്ഷൻസ് ഇടുന്നത്, അതിനകത്തിൽ നിങ്ങൾ മിഡിൽ ക്ലാമ്പ്, ഇപ്പം മിഡിൽ ക്ലാമ്പ് എന്റെ ക്ലാമ്പ് ഒക്കെ ഇട്ട് ചെയ്യുന്നുണ്ട്. കൂടുതലും അതിനകത്തിൽ ഡ്രില്ലിങ് വരുമ്പോഴത്തേക്കിനും എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ കൂടുതൽ ഹോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഈ റെക്ടാങ്കിൾ സെക്ഷനകത്ത് വെള്ളം കെട്ടി കിടക്കുകയും അത് തുരുമ്പടിച്ച് കാലക്രമേണ പോവുകയും എൻ്റെ കാലുകളെല്ലാം തുരുമ്പിക്കുകയൊക്കെ കണ്ടിട്ടുണ്ട് നമ്മൾ. അപ്പൊ അങ്ങനെയുള്ള കുറെ കംപ്ലൈൻസ് ഇപ്പം വരുന്നുണ്ട്. പിന്നെ വരുന്നത് പാനലിനാണ്. അത് പ്രോപ്പർ ആയിട്ടുള്ള ലൈറ്റിംഗ് അല്ലെങ്കിൽ അതിന്റെ നേരെ റിവേഴ്സ് എഫക്ട് വരും. ഒന്നെങ്കിൽ പാനലിന്റെ ഡയോഡ് പോകും. അങ്ങനെ ഒരു സീരീസ് ഓഫ് പാനൽസ് മൊത്തം ഡാമേജ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ വരുന്ന പാനൽ മിസ്ഹാൻഡ്ലിംഗ് കൊണ്ട് നിങ്ങൾക്ക് എന്ത് വരാം, ഈ പറഞ്ഞേക്കുന്ന ഹോട്ട്സ്പോട്ട് പോലുള്ള കാര്യം, സ്നെയിൽ ട്രെയിൽസ്, അങ്ങനെയുള്ള കംപ്ലൈൻസ് മൊത്തം വരാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. ഇതൊക്കെയാണ് പൊതുവെ നമ്മൾ കണ്ടുവരുന്നത്. പിന്നെ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ളൊരു സപ്പോർട്ട് ഈ പറഞ്ഞ കമ്പനികളിൽ നിന്ന് കിട്ടുന്നു. പുതിയതായിട്ട് ഇപ്പോൾ ഓൺ ഗ്രിഡ് ഓൺ ഗ്രിഡ് ചെയ്യുന്നവരായാലും നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട, സപ്പോർട്ട് കിട്ടുന്ന ഒരു സിസ്റ്റത്തിനെ മാത്രം എന്ത് ചെയ്യുക, എടുത്ത് പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാറന്റി കളയാൻ, അതായത് ഈ പറഞ്ഞ നാച്ചുറൽ കലാമിറ്റീസോ അല്ലെങ്കിൽ മറ്റുള്ള ഇപ്പൊ ഈ ഒരു ഇടിവെട്ടി പോകുന്നതിനൊന്നും വാറന്റി തരാതിരിക്കാൻ ഓൾറെഡി അവരുടെ നമ്മുടെ വാറന്റി ക്ലെയിം ഫോമിന് അതിൽ ഓൾറെഡി ഉണ്ട്. ഇനി ഇത് ഇടിവെട്ടിയതാന്ന് പ്രൂവ് ചെയ്യാനായിട്ടുള്ള മാർഗവുമില്ല. അപ്പൊ അങ്ങനെയുള്ളപ്പം നല്ലൊരു സപ്ലയറിൽ നിന്ന് എടുക്കുക, അത് സപ്പോർട്ട് പ്രോപ്പറായിട്ട് കിട്ടുന്നിടത്തുനിന്ന് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നിങ്ങളെ സേഫ് സൈഡിൽ നിന്ന് കളിക്കാൻ പറ്റും. കാരണം 5 വർഷമാണ് പൊതുവെ എല്ലാവരും വാറന്റി കൊടുക്കുന്നത്, അല്ലെ 8 വർഷമായിരിക്കും. ഈ 8 വർഷവും നിങ്ങൾ പോകേണ്ടി വരും, ആ സൈറ്റിൽ പോകേണ്ടി വരും. 8 വർഷം വാറന്റി കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ പോകേണ്ടി വരും. അപ്പൊ ആ ഒരു പ്രോഫിറ്റ് മാർജിൻ ഒക്കെ ഇട്ടിട്ട് വേണം, ആ ഒരു പോകുന്നതിന്റെ ഒരു ഇതും എല്ലാ സർവീസിന്റെ എല്ലാം കൂടി ഇട്ടിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട് നമ്മൾ അണ്ടർകോട്ട് ചെയ്ത് ഓൺ ഗ്രിഡ് ചെയ്യാതിരിക്കാൻ പരമാവധി നോക്കണം. അല്ലെങ്കിൽ അത് ഫ്യൂച്ചറിൽ നമുക്കൊരു ഭയങ്കര ബേർഡനായിട്ട് ഒരു 4-5 വർഷം കഴിയുമ്പോഴത്തേക്ക്. അപ്പൊ ഇൻവെർട്ടറിനകത്തിൽ പ്രധാനമായിട്ട് ഉണ്ടാകുന്ന കംപ്ലൈന്റുകളാണ് ഈ പറഞ്ഞേക്കുന്ന MPPT ഷോർട്ട്, അല്ലെങ്കിൽ ഇൻപുട്ടിനകത്തിൽ ഷോർട്ട് വന്ന് MOV കത്തിപ്പോയിട്ട് എന്ത് ചെയ്യും, മൊത്തം ബ്രേക്കർ ഷോർട്ട് ആവും. അങ്ങനെയുള്ള കംപ്ലൈന്റുകൾ ഇതൊക്കെയാണ് 4-5 വർഷം കഴിഞ്ഞ ഇൻവെർട്ടറുകൾക്ക് വരുന്ന കംപ്ലൈന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ എഫിഷ്യൻസി പോയതായിട്ടാണ് കാണുന്നത്. എഫിഷ്യൻസി പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കപ്പാസിറ്ററിന്റെ എഫിഷ്യൻസി പോയിട്ടാണ് നമുക്ക് കൂടുതലും ഈ ഇത്രയും വർഷം 5 വർഷം കഴിഞ്ഞ ഇൻവെർട്ടറുകളിൽ കണ്ടിട്ടുള്ളത്. കാരണം പ്രൊഡക്ഷൻ കിട്ടുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, പാനലിന്റെ എഫിഷ്യൻസി ചെക്ക് ചെയ്യും. പാനലിന്റെ എഫിഷ്യൻസി പോയതാണോ ചെക്ക് ചെയ്തിട്ട് അങ്ങനെ ഓരോ നമുക്കത് പിന്നെയും കസ്റ്റമർ സൈഡിൽ നിന്ന് ഒരു ഇത് വരുമ്പോഴത്തേക്ക് നമ്മൾ ഓൾറെഡി ഇൻവെർട്ടറിന് അതിൽ വേറൊരു ഇൻവെർട്ടർ കൊണ്ട് വെച്ചിട്ട് നമ്മൾ എന്ത് ചെക്ക് ചെയ്യുമ്പോഴത്തേക്കിനാണ് മനസ്സിലാകുന്നത് ഇൻവെർട്ടറിന്റെ ഇലക്ട്രിക് കപ്പാസിറ്ററിനകത്തിലെ കപ്പാസിറ്റി. കാരണം ഇതെല്ലാം വരുന്നതെന്ന് പറഞ്ഞാൽ കാസ്കേഡ് ബേസ്ഡ് ആയിട്ടുള്ള ടോപ്പോളജി വരുന്ന ഓൺ ഗ്രിഡ് ഇൻവെർട്ടർ. അപ്പൊ എന്ന് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഹാർമോണിക്സിനെ എല്ലാം ഇത് ചെയ്യാൻ കുറയ്ക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, കൂടുതലും കപ്പാസിറ്റേഴ്സ് വേണ്ടി വരും. അപ്പൊ ആ ഒരു കപ്പാസിറ്റേഴ്സ് എല്ലാം ആഡ് ചെയ്തുകൊണ്ട് തന്നെ ഇതിന്റെ കാൽപ്പഴക്കത്തിനനുസരിച്ച് നമ്മുടെ സിസ്റ്റത്തിന് എന്ത് പറ്റും,
കാലക്രമേണ അതിന്റെ എഫിഷ്യൻസി കുറയും. അപ്പൊ അങ്ങനെ കുറച്ച് കംപ്ലൈൻസ് ഈ 5 വർഷം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിന് ഇങ്ങനെ കുറച്ച് കംപ്ലൈൻസ് വരുന്നുണ്ട്. പിന്നെ വരുന്നത് ഇൻസുലേഷൻ ഫെയിലിയർ. ഇൻസുലേഷൻ ഫെയിലിയർ വരുമ്പോഴത്തേക്കിന് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാനലിനകത്തിൽ ഈ MC4-നകത്തിൽ എന്ത് പറ്റും, വെള്ളം എന്തെങ്കിലും കയറും, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഈ പറഞ്ഞേക്കുന്ന നമ്മളെ വെളിയിൽ ദുബൈയിലൊക്കെ ആകുമ്പോഴത്തേക്കിന് എന്ത് പറ്റും എന്ന് പറഞ്ഞാൽ അവിടെ ഈ പുറത്തുള്ള കുറച്ച് പക്ഷികളുടെ ഒക്കെ ശല്യം വരും. പിന്നെ അല്ലാതെ വരുമ്പോഴത്തേക്കിനും വെയിൽ കൊണ്ട്, കാരണം മൊത്തം ഇത് ഓപ്പൺ ആയതുകൊണ്ട് തന്നെ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും ഒരു ഫെയിലിയർ, നമ്മൾ കേബിൾ വലിക്കുമ്പോഴും എന്തെങ്കിലുമൊക്കെ കാണും. അത് ചെക്ക് ചെയ്താൽ പോലും എപ്പോഴേലുമൊക്കെ കാണും. അപ്പൊ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അപ്പൊ അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ആ ഓരോ സ്ട്രിങ്ങിന്റെ വോൾട്ടേജ് നോക്കും. ആ വോൾട്ടേജ് നോക്കുമ്പോഴത്തേക്കിനും അത് ഫ്ലോട്ടിങ്ങിലാണെങ്കിൽ കുഴപ്പമില്ല, അത് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുമ്പോഴത്തേക്കിനും ഏതെങ്കിലും ഒരു സൈഡിൽ അത് എവിടെയാണോ കോൺസ്റ്റന്റ് ആയിട്ട് ഇരിക്കുന്നത് അവിടോട്ട് നമുക്ക് പോയത് ട്രേഡ് ചെയ്യാൻ പറ്റും. പിന്നെ MC4-നകത്തില് നമ്മൾ എന്ത് ചെയ്തിട്ടെന്ന് പറഞ്ഞാൽ ഇത് ലോക്ക് പൂർണ്ണമായിട്ട് വീഴത്തില്ല, അല്ലെങ്കിൽ ക്വാളിറ്റി കുറഞ്ഞ MC4 ആയിരിക്കും. അപ്പൊ വെള്ളം ഇറങ്ങാം. അപ്പൊ ഇപ്പോഴത്തെ എല്ലാ ഇൻവെർട്ടേഴ്സും ഇൻസുലേഷൻ റെസിസ്റ്റൻസ് നോക്കുന്നതാണ്. അപ്പൊ അതെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ആ വാല്യൂ ചെക്ക് ചെയ്തിട്ട് ഓൾറെഡി ഇൻവെർട്ടറിനെ ഐസൊലേറ്റ് ചെയ്ത് കളയും, ലീക്കേജ് ഉണ്ടെന്ന് ഇൻവെർട്ടർ വർക്ക് ചെയ്തില്ല. അതാ പൊതുവെ ഇപ്പം നമ്മുടെ ഇവിടെയൊക്കെ കണ്ടുവരുന്ന പൊതുവെയുള്ള ചെറിയ ചെറിയ കംപ്ലൈന്റ്. വലിയ കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ ഇൻവെർട്ടർ കത്തി പോകുന്നുള്ളത്. അതിന് വരാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ എർത്ത് പ്രോപ്പർ അല്ലാത്തതുകൊണ്ടും പാനൽ ടു പാനൽ ലൂപ്പ് ചെയ്യാത്തതുകൊണ്ടും ലൈറ്റ്നിങ് അറസ്റ്റർ പ്രോപ്പർ അല്ലാത്തതുകൊണ്ടുമാണ് പ്രധാനമായിട്ട് കംപ്ലൈന്റ് വരുന്നത്. വേറെ ഇഷ്യൂസ് ഒന്നും ഈ പറഞ്ഞ ഓൺ ഗ്രിഡിനകത്തിൽ വരാനായി. പിന്നെ KSEB-യുടെ മീറ്റർ, നെറ്റ് മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 വർഷം വാറന്റിയോടൊക്കെയാണ് ഓരോ ഇൻവെർട്ടേഴ്സും വരുന്നത്, ഓരോ മീറ്റേഴ്സും വരുന്നത്. കംപ്ലൈന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ അത് കംപ്ലൈന്റ് ആകാൻ ചാൻസ് കുറവാണ്. എന്നിരുന്നാലും ഒരു ഇഷ്യൂസ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അതായത് KSEB നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ആ ടെർമിനൽസ് പ്രോപ്പറായിട്ട് ചിലപ്പം ടൈറ്റ് ആകണമെന്ന് നിർബന്ധമില്ല. ചിലത് അവിടെ ഇരുന്ന് അത് എന്ത് ചെയ്യും, കരിഞ്ഞ ആ ടെർമിനൽ മൊത്തം ബേണായിപ്പോ. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കിന് എന്ത് പറ്റും, അത് വാറന്റിയിൽ കിട്ടത്തില്ല. അപ്പൊ ഒന്നെങ്കിൽ അത് കസ്റ്റമർ തന്നെ ഇത് ചെയ്യേണ്ടി വരും. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കംപ്ലൈൻസ് ആണ് പൊതുവെ വരുന്നത്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ട്രാൻസ്ഫോമർ സൈഡിൽ, അതായത് ചിലയിടത്ത് എന്ത് പറ്റും, ഒരു പീക്ക് ടൈമിൽ പുഷ് കാണത്തില്ല. കാരണം അവിടെ ഓൾറെഡി ആ ഒരു ഐലൻഡ് ഫുള്ള് ഈ പറഞ്ഞ സോളാർ ആയതുകൊണ്ട് തന്നെ അവിടെ ഒരു ഡിമാൻഡ് വരും, ഓഫ് സിസ്റ്റം ഓഫ് ആയി ഉച്ച സമയങ്ങൾ ഒരു പീക്ക് ടൈമിൽ സിസ്റ്റം ഓഫ് ആയി പോകും. പിന്നെ അത് തന്നെ റീസ്റ്റാർട്ട് ചെയ്യും. കാരണം അത് റെസിസ്റ്റൻസ് വെച്ച് മാച്ച് ചെയ്ത് നോക്കുന്നത്. അപ്പൊ റെസിസ്റ്റൻസ് എത്രത്തോളം കൂടും അത്രത്തോളം വോൾട്ടേജ് റേസ് ചെയ്യും. നമ്മൾ 262 സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് ആ 262 എത്തുമ്പോഴത്തേക്കും സിസ്റ്റം ഓവർ വോൾട്ടേജ് അടിച്ച് ഓഫ് ആയി പോകും. ഇതാണ് പൊതുവെ വരുന്നത്. പിന്നെ സ്ട്രിങ് മിസ്മാച്ച്, പാനൽ മിസ്മാച്ചിങ്ങിന്റെ ഒരു ലോസ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് പല സിസ്റ്റങ്ങൾ ഇപ്പൊ ചിലടത്ത് കാണും 10ഉം 11ഉം ഒക്കെ വെച്ചേക്കുന്നിടത്ത് മിസ്മാച്ച് ഉള്ളിടത്ത് പ്രൊഡക്ഷൻ കുറവ്. അതേസമയം സ്ട്രിങ് ബാലൻസ്ഡ് ആയിട്ടുള്ളവർക്കും പാനൽ ബാലൻസ്ഡ് ആയിട്ടുള്ളവർക്കും പ്രൊഡക്ഷൻ ഇച്ചിരി കൂടുതലൊക്കെ കാണിക്കണം. അതെല്ലാം ഡിസൈനിന്റെ ഭാഗമായിട്ട്. പിന്നെ മാർക്കറ്റിൽ റേസ് നടക്കുന്നതുകൊണ്ട് എല്ലാവരും ആ ഒരു രീതിയിൽ തന്നെ പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതൊക്കെയാണ് പൊതുവെയുള്ള കംപ്ലൈൻസ്. ഇനിയും ആരോ എന്തോ മെസ്സേജ് അയച്ചല്ലോ, കണ്ടില്ല. സ്മാർട്ട് ഗ്രിഡ് എന്താണെന്നാ ചോദിച്ചിരിക്കുന്നത്. സ്മാർട്ട് ഗ്രിഡ് എന്ന് പറയുന്നത് ഇതൊന്ന് ഓപ്പൺ ആക്കിയോ കണക്കിട്ട്, പിന്നെ ചോദ്യം ചോദിക്കാം. ഓപ്പൺ ആയ എല്ലാവർക്കും ചോദ്യം ചോദിക്കാം. കേൾക്കാൻ പറഞ്ഞല്ലോ. ഓവർ വോൾട്ടേജിന്റെ ഇഷ്യൂസ് വരാനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമുക്കിപ്പോ ഇംപിഡൻസ് മാച്ചിങ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ സിസ്റ്റത്തിന്റെ ടോപ്പോളജി ആ ഒരു ബേസ്ഡ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ എപ്പോഴും ഇതിന്റെ ചെക്ക് ചെയ്യും. അപ്പം ലൈനിന്റെ ഇപ്പം നമ്മുടെ സർവീസ് വയർ ഇപ്പം നമുക്ക് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാം, അത് നമ്മൾ ഒരു ലെഗോ കാര്യങ്ങളോ ഇട്ടല്ല ടെർമിനേറ്റ് ചെയ്യുന്നത്, ജസ്റ്റ് ടേൺ ആയിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്, അലൂമിനിയം ആണ്. അപ്പൊ എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ആ ഒരു പോയിന്റിൽ കൊറോഷൻ വന്നിട്ട് ഇവനെന്ത് ചെയ്യും, തിരിച്ചങ്ങോട്ട് പോകുമ്പോഴത്തേക്കിനും അവിടെ കൂടുതൽ റെസിസ്റ്റൻസ് കൂടുകയും അതിനനുസരിച്ച് ഇവൻ എന്ത് ചെയ്യും, വോൾട്ടേജിനെ റേസ് ചെയ്ത് കൊടുക്കും. കാരണം നമ്മുടെ സിസ്റ്റം അതിനെ ബേസ് ചെയ്തിട്ടാണ് വോൾട്ടേജ്, കാരണം ഒരു സൈഡിൽ നിന്ന് വോൾട്ടേജ് അപ്പാക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലൈനിലോട്ട് തിരിച്ചു കയറ്റി വിടുന്നത്. അപ്പൊ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ഇവൻ വോൾട്ടേജിനെ ഒന്ന് റേസ് ആക്കുന്നു, ലൈൻ വോൾട്ടേജിന്റെ റെഫറൻസിനേക്കാളും കൂടുതൽ വെയിറ്റ് വെക്കുമ്പോഴത്തേക്കിന് അവിടെ റെസിസ്റ്റൻസ് കൂടുതലാണ്. അപ്പൊ ഡിമാൻഡ് കൂടുതലാന്ന് ഇത് ചെയ്തിട്ട് ഇവൻ പ്രൊഡക്ഷൻ കൂടുന്നതിനനുസരിച്ച് ഇവൻ എന്ത് ചെയ്യും,
വോൾട്ടേജിനെ റേസ് ചെയ്ത് വിടും. അപ്പൊ അത് കാരണം അങ്ങോട്ട് പോവാതെ വോൾട്ടേജ് കൂടിയിട്ട് എന്ത് ചെയ്യും, സിസ്റ്റം ഓഫ് ആവുകയും ചെയ്യും. ഇതാ ഓവർ വോൾട്ടേജ് കൂടുതലായിട്ട് നമുക്ക് കണ്ടുവരുന്നത്. അതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് നമ്മുടെ ടെർമിനേഷൻ സൈഡിൽ അനാവശ്യമായിട്ടുള്ള ലൂപ്പിങ്, അതായത് വയറുകൾക്കുള്ള ലൂപ്പിങ്, സർവീസ് വയറിന്റെ ലൂപ്പിങ്, പിന്നെ നമ്മൾ കണക്ട് ചെയ്തേക്കുന്ന ട്രാൻസ്ഫോമറിന്റെ സൈഡില് ഏതെങ്കിലും ഒരു അവിടെ ടെർമിനേറ്റ് ചെയ്തേക്കുന്നതിനകത്തിൽ ആ ഒരു പർട്ടിക്കുലർ ഐലൻഡിനകത്തിൽ എവിടെയെങ്കിലും ടെർമിനേറ്റ് ചെയ്തേക്കുന്നതിന്റെ ദിവസം അതൊന്നും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അപ്പൊ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ, പിന്നെ നോക്കുന്നതെന്ന് പറഞ്ഞാൽ മിക്കവര് നോക്കുന്നത് ന്യൂട്രൽ ടു എർത്ത് വോൾട്ടേജ് നോക്കും സാധാരണഗതിയിൽ ചെയ്യും. അപ്പൊ അതൊരു ഈ ഒരു അബ്നോർമൽ കണ്ടീഷനിൽ ട്രാൻസ്ഫോമറിന്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് ഏകദേശം ഒരു 10 മുതൽ 20 വരെ ആയിരിക്കും. അത് ചിലപ്പോൾ 20 മണ്ടയ്ക്കും പോകും. 20 മണ്ടയ്ക്ക് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവിടെ ഒരു അത്ര പ്രോപ്പർ ആയിട്ടുള്ള ഒരു സിസ്റ്റം ആയിരിക്കത്തില്ല. വീടുകളിലും കംപ്ലൈന്റ് കാണും. അപ്പൊ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്രയൊരു വോൾട്ടേജ് റൈസ് വരുമ്പോഴത്തേക്കിന് ഇവരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ KSEBിയിൽ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ, ന്യൂട്രൽ ടു എർത്ത് വോൾട്ടേജ് കൂടുതലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ ഓൾറെഡി വന്നിട്ട് ഒന്നെങ്കിൽ നമ്മളുടെ ലൈനിന്റെ അവിടെ ഒരു എർത്തൂടെ അവർ ചെയ്തു തരും, അല്ലെങ്കിൽ ഈ പറഞ്ഞേക്കുന്ന അവർ അതിനകത്തിൽ സിസ്റ്റത്തിനെ അൺബാലൻസിങ് അല്ലെങ്കിൽ അത് ബാലൻസ് ചെയ്യും. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോമറിനെ റീഡു ചെയ്യുക എന്ന് പറയാം. അതായത് ട്രാൻസ്ഫോമറിന്റെ PPM-നകത്തിൽ പറഞ്ഞിട്ടുള്ളത് തൊട്ട് അവരൊരു പ്രിവെന്റീവ് മെയിൻ്റെനൻസ് ചാർട്ടിനകത്തിൽ അവർ പ്രോപ്പറായിട്ട് പ്രിവെന്റീവ് മെയിൻ്റെനൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു കംപ്ലൈന്റ് വരത്തില്ല. അല്ലെങ്കിൽ അവർ പ്രിവെന്റീവ് മെയിൻ്റെനൻസിനകത്തിൽ ചെയ്യാത്ത കാര്യങ്ങൾ പിന്നെ ചെയ്യുക സാധാരണ ചെയ്യുന്നു. ഇതൊക്കെയാണ് പൊതുവെ നമുക്ക് വരുന്നൊരു പൊതുവെ ഓവർ വോൾട്ടേജിന്റെ ഇഷ്യൂ വരുന്നത്. അവിടെ നമ്മുടെ സർവീസ് വയറിന്റെ ഗേജ് മാറ്റിയല്ലേ, 6ന്റെ ഗേജ് വയർ ഇട്ട് ചെയ്യണമെങ്കിൽ ആ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റുമോ? അതായത് 6ന്റെ എന്ന് പറഞ്ഞാൽ സാറേ, ഇപ്പം നമുക്ക് 6ന്റെ വയർ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് നമ്മളിപ്പം KSEB സാധാരണഗതിയിൽ അവര് 4ന്റെ ആണ് തരുന്നത്. പുതിയ സർവീസ് വയർ ആകുമ്പോഴത്തേക്ക് സാധാരണഗതി ഞങ്ങൾ നമ്മൾ റെക്കമെൻഡ് ചെയ്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും പൈസ മുടക്കുമ്പോൾ കൂട്ടത്തിൽ തന്നെ ആ സർവീസ് വയർ ഒന്ന് ചേഞ്ച് ചെയ്ത് വിടുക ചെയ്യാറ്. കാരണം ഇതിപ്പോ ഓൾറെഡി നമ്മൾ ഇട്ടേക്കുന്നത് അതായത് ഓവർഹെഡ് ഇട്ടേക്കുന്നത്, ഓവർഹെഡ് അലൂമിനിയം ഇട്ടേക്കുന്നത്. അപ്പൊ ഇത് പ്രോപ്പറായിട്ട് നമ്മൾ കുറെ നാൾ കിടന്ന് അത് സാഗായി അതിന്റെ പ്രോപ്പർട്ടീസ് കുറെ കുറഞ്ഞു കാണും. കാരണം അതിന് കുറെ പ്രോപ്പർട്ടീസ് ഉണ്ടല്ലോ, ഈ പറഞ്ഞേക്കുന്ന അലൂമിനിയത്തിനായാലും ആ കേബിളിനായാലും ഒരു പ്രോപ്പർട്ടീസ് ഉണ്ട്. നമ്മൾ എടുക്കുന്ന ലോഡ് പോകുന്നത് ഈ ഒരു രീതിയിൽ കൂടെ തന്നെ. അന്നേരം നമ്മൾ പുതിയ സർവീസ് വയർ ഇടുന്നതായിരിക്കും എപ്പോഴും ഈ ഒരു കാര്യത്തിന് പുതിയതായിട്ടൊരു കംപ്ലൈന്റ് വരാതിരിക്കാൻ ആ കൂട്ടത്തിൽ തന്നെ ഈ പറഞ്ഞ സർവീസ് വയറും മാറ്റി കഴിഞ്ഞാൽ എനിക്ക് 1200 രൂപ എങ്ങാണ്ട് എത്ര മീറ്ററിനാകത്തുള്ളൂ. 1200 1500 രൂപയൊക്കെ ആകത്തുള്ളൂ. അപ്പൊ നെറ്റ് മീറ്റർ മാറ്റുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഈ സർവീസ് വയർ കൂടെ ഒന്ന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഈ പറഞ്ഞ കംപ്ലൈന്റ് റേഷ്യോ കുറയ്ക്കാനും സാധിക്കും. മാത്രമല്ല അപ്പൊ നമുക്ക് എടുക്കുന്ന ലോഡ്, കാരണം ഒരു വീടിനെ ലോഡിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതൊക്കെ തീരുമാനിക്കുന്നത്. അപ്പൊ നമ്മുടെ വീടിന്റെ പെരയ്ക്കകത്ത് ഇടുന്ന കോപ്പർ 10 സ്ക്വയർ വലിക്കുന്ന കേബിള് അതിനേക്കാളും കുറഞ്ഞതാണെങ്കിലും എന്തു സംഭവിക്കുന്നു. അപ്പൊ അത് ഒന്ന് കണക്ക് കൂട്ടിയിട്ട് നമ്മൾ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഈ പറഞ്ഞ സർവീസ് വയറും മാറ്റുന്ന ഒരു റൊട്ടീൻ ആക്കുവാണെങ്കിൽ, കമ്പനി ഒരു റൊട്ടീൻ ആക്കുവാണെങ്കിൽ അങ്ങോട്ടുള്ള പെട്രോളിന്റെ പൈസ നമുക്ക് ലാഭിക്കാനായിട്ട് സാധിക്കും. ഒരു കംപ്ലൈന്റ് വരാതിരിക്കും, അതായത് ഒരു പ്രിവെൻഷൻ ആകും. ഞങ്ങളിപ്പോ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളത് സജസ്റ്റ് ചെയ്യാറുണ്ട്, സജസ്റ്റ് ചെയ്യല്ല, നമ്മളത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ഉറപ്പായിട്ടും നമ്മൾ ചെയ്യുന്നിടത്തെല്ലാം നമ്മൾ തന്നെ സർവീസ് വയർ മാറ്റി നമ്മൾ. ഓക്കെ താങ്ക് യു. സ്മാർട്ട് ഗ്രിഡ് എന്തുവാന്ന് ചോദിച്ചിട്ടുണ്ട്. സ്മാർട്ട് ഗ്രിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഡെവലപ്പ് ചെയ്ത ഒരു മൈക്രോ ഗ്രിഡ് ആണ്. നിങ്ങളുടെ അറിവിലേക്ക് ഞാൻ പറയാം. അതായത് ഒരു ഇപ്പൊ നമ്മളിപ്പം സിസ്റ്റത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കണം, ഒരു ഓൺ ഗ്രിഡ് സിസ്റ്റം, നമുക്ക് മെച്ചമുള്ള വൈദ്യുതി നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നു. ഒരു ഓഫ് ഗ്രിഡ് സിസ്റ്റം, നമ്മുടെ ഒരു വീട്ടിലേക്ക് വേണ്ട വൈദ്യുതി നമ്മൾ ഉപയോഗിക്കുന്നു. ഒരു ഹൈബ്രിഡ് സിസ്റ്റം, അതായത് ഇപ്പം ഈ പറഞ്ഞിരിക്കുന്ന രണ്ടിന്റെയും പോരാഴികൾ, അതായത് ഓഫ് ഗ്രിഡ് കറണ്ട് പോയി കഴിഞ്ഞാൽ വർക്ക് ചെയ്തില്ല. അതായത് ഹൈബ്രിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലെ ലോഡുകൾക്ക് എന്ത് ചെയ്യാം, അവിടെ ഒരു ഐസൊലേഷൻ പോയിന്റ് വരും. അതായത് കോമൺ ആയിട്ട് ഒരു ഐസൊലേഷൻ പോയിന്റ് വരും. അതായത് പോയിന്റ് ഓഫ് കോൺടാക്ട് നേരിട്ട് ഒരു ഐസൊലേഷൻ കോമൺ ആയിട്ട് വരും. ഓഫ് ഗ്രിഡിന്റെ ഓൺ ഗ്രിഡിന്റെ ഇടയ്ക്കായിട്ട് ഒരു ഐസൊലേഷൻ വരും, തിരിച്ചു കയറി പോകത്തില്ല. ഈ പറഞ്ഞ ഹൈബ്രിഡ് തന്നെ നിങ്ങൾക്ക് ഒരു സോഴ്സ് എന്ന് പറയുന്നത് സോളാറിൽ നിന്നായിരിക്കും. അപ്പൊ ഈ ഒരു സോഴ്സ് അല്ലാതെ നിങ്ങൾക്ക് ഇപ്പൊ സോളാർ ഇല്ല, നൈറ്റിൽ നിങ്ങൾക്ക് ജനറേറ്ററേ ഉള്ളൂ. അപ്പൊ ഈ ഹൈബ്രിഡിനകത്തിൽ എന്ത് ചെയ്യാം, നമുക്ക് ജനറേറ്ററൂടെ സിങ്ക് ചെയ്യിക്കാൻ പറ്റും. ഇപ്പൊ വരുന്ന ഹൈബ്രിഡ് ഇൻവെർട്ടേഴ്സിനകത്തിലെല്ലാം ജനറേറ്റർ സിങ്ക്രണൈസ് ചെയ്യാം. എന്നിട്ട് ഈ സിങ്ക്രണൈസ് ചെയ്തിട്ട് ഒരു കൺസെപ്റ്റ് എടുക്കുക. നിങ്ങളുടെ വീട്ടിലാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ സോളാറിൽ നിന്ന് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നു. അപ്പൊ നമ്മൾ ഹൈബ്രിഡ് സിസ്റ്റം ചെയ്തേക്കുന്നത്. അപ്പം രാത്രിയിൽ നല്ല ഡിമാൻഡ് ഉണ്ട്, സോളാർ ഇല്ല, ബാറ്ററി തീരാറായി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഡീസൽ ജനറേറ്റർ
വർക്ക് ചെയ്യിപ്പിക്കും. ഡീസൽ ജനറേറ്റർ എന്ത് ചെയ്യും, അവിടെ കിടന്ന് ഓടുന്നു. ഇപ്പം ഡീസൽ ജനറേറ്ററിന്റെ ഇതിന് പ്രയോറിറ്റി കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് സെക്കൻഡറി ആയിട്ട് നമ്മുടെ വീട്ടിൽ ഒരു വിൻഡ് ടർബൈൻ ഉണ്ടെന്ന് വിചാരിക്കും. അപ്പൊ ആ വിൻഡ് ടർബൈനെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഹൈബ്രിഡ് ഇൻവെർട്ടറുമായിട്ട് കണക്ട് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞേക്കുന്ന ഇത്രയും സോഴ്സസുകളാണ് നിങ്ങളുടെ വീട്ടിൽ വരുന്നത്. 1 സോളാർ, 2 ഡീസൽ ജനറേറ്റർ, 3 വിൻഡ്, പിന്നെ ഇപ്പൊ നമുക്ക് EB എന്നുള്ള ലൈൻ. അങ്ങനെ ഈ 4 സോഴ്സസ് ആണ് നിങ്ങളുടെ വീട്ടിൽ വരുന്നത്. ഈ 4 സോഴ്സസും എന്ത് ചെയ്യുന്നതാണ്, നിങ്ങളുടെ വീട്ടിലെ ഡിമാൻഡിനെ മീറ്റ് ചെയ്യുക. പിന്നെ ബാറ്ററിക്കകത്ത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്, മെച്ചമുള്ളത് നിങ്ങൾ സെല്ലും ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു കൺസെപ്റ്റിനെ വിളിക്കുന്ന പേരാണ് മൈക്രോ ഗ്രിഡ്. അതായത് കുറഞ്ഞൊരു ഏരിയയിൽ, അതായത് ഒരു കമ്മ്യൂണിറ്റി എടുക്കുക, ആ കമ്മ്യൂണിറ്റിക്കകത്ത് എന്ത് ചെയ്യും, കമ്മ്യൂണിറ്റിക്കകത്ത് വേണ്ട പവറുകളും വേണ്ട നീഡ്സും എല്ലാം എന്ത് ചെയ്യണം, അവർ പുറത്തെ ഡിപ്പെൻഡ് ചെയ്യാതെ അവര് സ്വയം പര്യാപ്തമായിട്ട് അവർ ഇന്റേണലി അതിനകത്ത് തന്നെ ചെയ്തിട്ട് ആ ഒരു കമ്മ്യൂണിറ്റിയെ പൂർണ്ണമായിട്ടും എന്ത് ചെയ്യണം, ബന്ധിപ്പിച്ചേക്കുവാണ്. അതായത് ഒരു 5 വീടുള്ള ഒരു കോളനിയായിട്ട് നിങ്ങൾ എടുക്കുക. 5 വീടുള്ള കോളനിയിലും ആവശ്യമായിട്ടുള്ള വൈദ്യുതി അവർ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നു, അവർ തന്നെ അത് സെല്ല് ചെയ്യുന്നു. അവർ ഇന്റേണലി, അതായത് ഇപ്പൊ അവർക്ക് വേണ്ട വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചിട്ട് അവർ വിൽക്കുവാണ്, മെച്ചമുള്ളത് വിൽക്കുവാണ്. പിന്നെ അവർക്ക് വേണ്ട ബാക്കപ്പ്, അതായത് ഈ പറഞ്ഞേക്കുന്ന സോഴ്സസുകൾ ഏതെങ്കിലും പോയി കഴിഞ്ഞാലും അവർക്ക് വേണ്ട സോഴ്സസുകൾ കോമൺ ആയിട്ട് അവർ കണ്ടുപിടിക്കുകയാണ്, അവർ കോമൺ ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവരെ എല്ലാം എന്ത് ചെയ്യുന്നു, പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സ്മാർട്ട് മോണിറ്ററിംഗ് യൂണിറ്റ്, ഒരു സ്മാർട്ട് മീറ്ററിംഗ് യൂണിറ്റ്, ഇതെല്ലാം കൂടെ വരുന്ന ഒരു കൺസെപ്റ്റിനെയാണ് സ്മാർട്ട് ഇതെന്ന് പറയുന്നത്, അതായത് മൈക്രോ ഗ്രിഡ് എന്ന് പറയുന്നത്. ഈ ഒരു കമ്മ്യൂണിറ്റിയെ ഒരു വലിയൊരു കമ്മ്യൂണിറ്റി എടുക്കുക. ഇതിപ്പോ ഞാൻ പറഞ്ഞ ഒരു കൊച്ചു കോളനിയാണ്. ഇങ്ങനല്ലാതെ ഒരു പഞ്ചായത്ത് മൊത്തത്തിൽ എടുക്കുകയാണ്. ആ വീടുകളെ എല്ലാം കമ്മ്യൂണിക്കേഷൻ വെച്ചിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ആ വീടുകളുടെ എല്ലാം ഡിമാൻഡുകൾ, അതായത് ഇപ്പൊ ഞാൻ പറയുകയാണ്, ഇപ്പം 10 വീടുകൾ, ഒരു 15 അല്ല 20 30 വീടുകൾ എടുക്കുക. ആ 30 വീട്ടിൽ 5 വീട്ടിൽ ഡിമാൻഡ് ഇല്ല, അവർക്ക് വീട്ടിൽ ലോഡില്ല. അവർക്ക് വേണ്ട ലോഡ് നമ്മൾ എന്ത് ചെയ്യും, ആർക്കൊക്കെയാണോ ലോഡ് വേണ്ട അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഡിമാൻഡിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, സപ്ലൈ ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയെ ബിൽഡ് ചെയ്യുന്നതിന്, അതാണ് ഈ പറഞ്ഞേക്കുന്ന സ്മാർട്ട് ഗ്രിഡ് എന്ന് പറയുന്നത്. അതിനകത്തിൽ വലിയ വലിയ കമ്മ്യൂണിക്കേഷൻസ് വരുന്നുണ്ട്. അതിനകത്തിൽ പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ് കമ്മ്യൂണിക്കേഷൻ. രണ്ടാമത്തെയാണ് അതിനകത്തിലെ വേറൊരു പാർട്ടാണ് ഈ റിന്യൂവബിൾ എനർജി. പിന്നെ നമ്മൾ ഈ പറഞ്ഞേക്കുന്ന നമ്മളുടെ പരിമിതിക്കകത്തുള്ള പിന്നെ റിന്യൂവബിളിനെ മാത്രം നമുക്ക് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ല. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഈ പറയുന്ന നമ്മളിപ്പോ ഉപയോഗിക്കുന്ന കോള്, തെർമൽ പവർ പ്ലാന്റുകൾ, അവിടെ നിന്ന് KSEB അല്ലെ വേറെ ഏതെങ്കിലും ഒരു സോഴ്സിൽ നിന്നുള്ള പവറിനെ കൂടെ നമ്മൾ എന്ത് ചെയ്യും, ഡിപ്പെൻഡ് ചെയ്യും. അത് നമ്മളുടെ പ്രയോറിറ്റിക്ക് അനുസരിച്ച് നമ്മളുടെ ഡിമാൻഡിനനുസരിച്ചും ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. എന്നിരുന്നാലും ഈ പറഞ്ഞേക്കുന്ന കമ്മ്യൂണിറ്റി ഈ പറയുന്ന സ്മാർട്ട് ഗ്രിഡിന്റെ പുറത്തായിരിക്കും. ഈ സ്മാർട്ട് ഗ്രിഡിന് ഈ ഒരു ഇതിനും എപ്പോ വേണമെങ്കിലും, അല്ലെങ്കിൽ ഈ കമ്മ്യൂണിറ്റിക്ക് എപ്പോ വേണമെങ്കിലും പുറത്തു നിന്നുള്ളത് ഒരു ഓപ്ഷണലാണ്. അതായത് ആവശ്യം ഉണ്ടെങ്കിൽ എടുക്കാം, മെച്ചം ഉണ്ടെങ്കിൽ അങ്ങോട്ട് കൊടുക്കാം. ഈ ഒരു കൺസെപ്റ്റിലാണ് ഈ സ്മാർട്ട് ഗ്രിഡ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി വരുന്നത്. അതിപ്പോ ഓരോ രാജ്യങ്ങളും അതിപ്പം ഒരു നമ്മളുടെ ഒരു 2034 ആ ഒരു ഇതിൽ വരുമ്പോഴത്തേക്കിന് പൂർണ്ണമായിട്ട് നമുക്ക് എന്ത് ചെയ്യും, രാജ്യം മൊത്തം ഈ ഒരു രീതിയിലോട്ട് പുറം രാജ്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തു തുടങ്ങി. ഇവിടെ ഇംപ്ലിമെന്റ് ആകുമെന്ന് പ്രതീക്ഷിക്കണം. കാരണം EV ചാർജിങ്, നമ്മളുടെ എനർജി കൺസംഷൻ, അതായത് നമ്മളുടെ വീട്ടിലെ പവർ കൺസംഷൻ, പവർ ക്വാളിറ്റി, പിന്നെ അതായത് കൺസംഷനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞിരിക്കുന്ന ഗ്രിഡിനകത്തിലുള്ള മെയിനായിട്ടുള്ള SME യൂണിറ്റുകൾക്ക് നിയന്ത്രിക്കാനായിട്ടുള്ളൊരു ഇത് വരെയുണ്ട്, ഒരു കമ്മ്യൂണിക്കേഷൻ വരെയുണ്ട്. നമുക്ക് ഡിമാൻഡിനനുസരിച്ച്, അതായത് നമ്മളുടെ അതായത് നമുക്കിപ്പം KSEB പറയുവാണ്, നമ്മൾ ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ KSEBയുടെ ഒരു പദ്ധതിയാണ് സ്മാർട്ട് മീറ്റർ എന്ന് പറഞ്ഞ മീറ്റർ. അതായത് നമുക്ക് എന്ത് ചെയ്യാം, വീട്ടിൽ ഒരാൾ വന്ന് എടുക്കുന്നതിന് ഉപരി നമുക്ക് നേരെ വൈദ്യുതി ബോർഡിന് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ, അതിന്റെ ഒരു പ്രൊജക്റ്റ് ആയിരുന്നു ബിടെക്കിന് പഠിക്കും. അത് നമുക്ക് KSEBക്ക് അറിയാൻ പറ്റും. ഇന്നോട്ട് ഒരു സ്മാർട്ട് മീറ്ററിനകത്ത് നമുക്ക് എത്രയാണ് ഒരാൾ കൺസ്യൂം ചെയ്തതാണ്. KSEB ഇപ്പോൾ വെക്കുന്ന പ്രീപെയ്ഡ് മീറ്റർ ആണ്. പക്ഷെ സ്മാർട്ട് മീറ്റർ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ ഇരുന്ന് KSEBക്കാർക്ക് അവിടെ ഇരുന്ന് തന്നെ മോണിറ്റർ ചെയ്യാം. ഇതിൽ ഇത്ര കൺസ്യൂം ചെയ്തിട്ടുണ്ട്, ഇത്. അപ്പൊ സ്മാർട്ട് ഗ്രിഡിനകത്ത് വരുമ്പോ ഇത് നേരെ റിവേഴ്സ് ആയിട്ട് വരും.
ഇതിനെ കുറെ അപ്ഡേറ്റ് ചെയ്തിട്ടാണ് ഈ സ്മാർട്ട് ഗ്രിഡിനകത്തിലെ സ്മാർട്ട് മീറ്റർ വരുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിനകത്തിലെ പവർ ലോഡുകൾ, നമ്മുടെ വീട്ടിലെ ബാക്കിയുള്ള ലോഡുകൾ, EV, ഇതെല്ലാം ഏതൊക്കെ സമയത്ത് ചാർജ് ചെയ്തു, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് പ്രവർത്തിച്ചതെന്നുള്ളതിന്റെ വരെ ഡീറ്റെയിൽസ് നമുക്ക് ഈ സ്മാർട്ട് മീറ്ററിനകത്തിൽ നമുക്ക് കിട്ടും. ഓൾറെഡി എത്രയും അപ്ഡേറ്റഡ് ആണ്, കമ്മ്യൂണിക്കേഷൻ ആയാലും ടെക്നോളജി ആയാലും വെച്ചിട്ട്. അതിന്റെ ഒരു പാർട്ടാണ് ഈ പറഞ്ഞ റിന്യൂവബിൾ എനർജി, ഈ പറഞ്ഞ കാര്യങ്ങളും. അതിനകത്തിൽ ഹൈബ്രിഡ്. അരുണിന്റെ നെറ്റ് പോകുന്നുണ്ട്, വീഡിയോ ഒന്ന് ഓഫ് ചെയ്യാമോ? അപ്പം കുറച്ചുകൂടെ ക്ലിയർ ആവും. വലിയൊരു പങ്ക് വരുന്നുണ്ട്, EV ചാർജിങ് സ്റ്റേഷന് വലിയൊരു പങ്ക് വരുന്നുണ്ട്. പിന്നെ PLC, SCADA, DCS അങ്ങനെയുള്ള കുറച്ച് ഇത് വരുന്നുണ്ട് ഇതിനകത്തില്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ട്രാൻസ്മിഷന് വലിയൊരു രസമാണ്. മാത്രമല്ല ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഫ്യൂച്ചർ എന്ന് പറയുന്നത് എല്ലാ കമ്പനികളും ഇപ്പൊ എല്ലാ കമ്പനികളും മൈക്രോ ഗ്രിഡിലും എല്ലാരും മൈക്രോ ഗ്രിഡിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നു. വലിയ വലിയ കമ്പനികൾ സ്മാർട്ട് ഗ്രിഡിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു. ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഇതിലാണ് വരുന്നത്. നമ്മളെല്ലാരും പറയത്തില്ല സോളാറിന്റെ ഫ്യൂച്ചർ എന്താ. സോളാറിന്റെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് മൈക്രോ ഗ്രിഡും സ്മാർട്ട് ഗ്രിഡുമാണ്. കാരണം നമുക്ക് ഇപ്പം ഒരു പഞ്ചായത്ത് മൊത്തത്തിൽ അവര് സ്വയം പര്യാപ്തതയായി, അവിടെ KSEB-യുടെ ഒരു ആവശ്യം അവർക്ക് വരുന്നില്ല. അവര് KSEB മൊത്തത്തിൽ ഒരാളെ എടുത്തിട്ട് അങ്ങ് നിയന്ത്രിക്കുകയാണ്, കൊടുക്കുകയാണ്. അപ്പൊ ആ ഒരു കമ്മ്യൂണിറ്റി മൊത്തത്തിൽ എന്താകും ഈ പറഞ്ഞ രീതിയിലാണ്. അത് KSEB പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. KSEB-ക്കും അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട്, അത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ അൾട്ടിമേറ്റ്ലി അത് സ്വപ്നം കണ്ടുകൊണ്ട് തന്നെ നടക്കുവാണ്. കാരണം ഇതെല്ലാം ഈ പറഞ്ഞേക്കുന്ന കാര്യങ്ങളെല്ലാം ഇതിനകത്തിൽ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? കണക്കിടെ കേൾക്കുന്നുണ്ടോ? അരുൺ, അതെ കേൾക്കുന്നുണ്ട്. അരുൺ, വിനോദാണ്. നേരത്തെ അറേ ജംഗ്ഷൻ ബോക്സും SMU-യും പറഞ്ഞു. അത് സ്ട്രിങ്ങിൽ തന്നെയാണോ ഈ SMU വരുന്നത്? അതായത് ഇപ്പം അറേ ജംഗ്ഷൻ ബോക്സ് എന്ന് പറഞ്ഞ വരുന്ന കൺസെപ്റ്റ്, അരയെ മൊത്തത്തിൽ ഒരു 10 15 അരയെ കൊണ്ടുവന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനെ റെഡ്യൂസ് ചെയ്യിപ്പിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, 2 3 ആയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് അറേ ജംഗ്ഷൻ. ഇപ്പൊ അറേ ജംഗ്ഷൻ ബോക്സ് വരുന്നില്ല. ഇപ്പൊ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം DC ഡിസ്ട്രിബ്യൂഷൻ ഒരു പർട്ടിക്കുലർ സ്ട്രിങ്ങിന് ഒരു 2 3 അല്ലെങ്കിൽ ഇപ്പം വലിയ പ്രൊജക്ടുകളൊക്കെ എടുക്കുമ്പോഴേക്കും അറേ ജംഗ്ഷൻ ബോക്സുകളൊക്കെ വരുന്നത്. അല്ല, ഇതിനെയും അറേ ജംഗ്ഷൻ ബോക്സുകൾ എന്ന് പറയാം. SMA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രിങ് മോണിറ്ററിംഗ് യൂണിറ്റ് ആണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രിങ്ങിനകത്ത് നിന്ന് എത്ര പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, എത്രയാണ് ഓരോ സ്ട്രിങ്ങിനെ നമ്മൾ എന്ത് ചെയ്യും, ഇതിനകത്തിൽ മോണിറ്റർ ചെയ്യാൻ പറ്റും. ഒരു സ്ട്രിങ് എത്ര പ്രൊഡ്യൂസ് ചെയ്തു, അടുത്ത സ്ട്രിങ് എത്ര പ്രൊഡ്യൂസ് ചെയ്തു, ഇത് മൊത്തത്തിൽ ടോട്ടൽ എത്ര പ്രൊഡ്യൂസ് ചെയ്തു, അത് നമുക്ക് ഇൻവെർട്ടറി പോകാതെ തന്നെ അറിയാൻ പറ്റും ഈ പറഞ്ഞേക്കുന്ന ഈ SMU വെച്ചിട്ട്. അത് ഒരു സ്ട്രിങ്ങിനെ മോണിറ്റർ ചെയ്യാൻ വേണ്ടി അത് കൂടുതൽ നമ്മൾ എന്തിനാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ PLC, SCADA അതുപോലുള്ള കാര്യമായിട്ട് സിങ്ക്രണൈസ് ചെയ്യുമ്പോഴത്തേക്കിന്, അല്ലെ റിമോട്ട് മോണിറ്ററിംഗുമായിട്ട് സിങ്ക്രണൈസ് ചെയ്യുമ്പോഴത്തേക്കിന് നമുക്ക് ഇൻവെർട്ടറിന്റെ ഡേറ്റ മാത്രം വിശ്വസിക്കാൻ പറ്റത്തില്ല. അതായത് ഇൻവെർട്ടറിൽ നിന്ന് നമ്മളിപ്പോ ഒരു വലിയൊരു യൂണിറ്റ് എടുക്കുവാണെങ്കിൽ നമ്മൾ പലതിൽ നിന്ന് ഡേറ്റ ഫെച്ച് ചെയ്യും. ഞങ്ങളിപ്പം റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഡേറ്റ ഫെച്ചിങ്ങിലാണ്. അപ്പം എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ ഇൻവെർട്ടർ തരുന്ന ഡേറ്റാസ് ഒന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ കമ്പാരിസൺ നടത്തും. അതിനുവേണ്ടിയാണ് ഈ SMU വെക്കുന്നത്. SMU വെക്കുമ്പോഴത്തേക്കും നമുക്ക് പ്രോപ്പറായിട്ട് അതിനെ മോണിറ്റർ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, മോഡ്ബസ് വഴി നമ്മൾ ഈ പറഞ്ഞേക്കുന്ന AC സൈഡിൽ, DC സൈഡിൽ നമ്മൾ SMU മോണിറ്റർ ചെയ്യും. AC സൈഡിൽ നമ്മൾ എന്ത് ചെയ്യും, പ്രൊഡക്ഷൻ മോണിറ്റർ ചെയ്യാൻ വേണ്ടി സോളാർ മീറ്ററിന്റെ എന്ത് ചെയ്യും, മോഡ്ബസ് വഴി അല്ലെങ്കിൽ അതിന്റെ ആ ഒരു പോർട്ട് വഴി നമ്മൾ എന്ത് ചെയ്യും, ഡേറ്റ ഫെച്ച് ചെയ്തെടുത്തിട്ട് നമ്മൾ എന്നിട്ട് കമ്പാരിസൺ നടത്തും. അങ്ങനെയാണ് വലിയ യൂണിറ്റുകളിലും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ വലിയ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ തട്ടിലുള്ളത് മെഗാവാട്ട് സ്കെയിലൊക്കെ വരുമ്പോഴത്തേക്കിനും പിന്നെ അത് PLC മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ആയിട്ടൊക്കെ മാറും. അപ്പൊ ഇതിന്റെ ഒന്നും ആവശ്യം വരത്തില്ല. ഇത് ഞാൻ പറഞ്ഞിരിക്കുന്ന ഒരു ചെറിയ 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 ഇതിനകത്തിൽ പരിമിതികളുണ്ട്. അപ്പൊ ആ ഒരു 10 20 30
50, 60, 70 ആ ഒരു 100, ഒരു 10, 500 കിലോ വാട്ട് വരെ ഈ ഒരു പരിമിതിയുണ്ട്. അപ്പൊ ആ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് SMEയും പിന്നെ ഈ പറഞ്ഞേക്കുന്ന മോഡ്ബസ് വെച്ചിട്ട് നമുക്ക് ഈ എനർജി മീറ്ററിന്റെ ഡേറ്റ എടുത്തിട്ട് കമ്പയർ ചെയ്യും. പിന്നെ SMEകളിൽ നമുക്ക് ക്ലീനിങ്, അതായത് പാനൽ ക്ലീനിങ്ങിന്റെ ഇത് അറിയാനായിട്ട് നമുക്ക് ചിലത്, കാരണം ഇതിന്റെ എഫിഷ്യൻസി കുറയുന്നുണ്ടോ മറ്റുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഒരു സ്ട്രിങ് എത്ര ഇത് ചെയ്തെന്നോ മറ്റുള്ള കാര്യങ്ങളൊന്നും ഇത് ചെയ്തില്ല. അപ്പൊ അങ്ങനെ ചെയ്യാൻ വേണ്ടിയൊക്കെയാണ് ഈ SME ഉപയോഗിക്കുന്നത്. ഇപ്പൊ KSEB വെക്കുന്ന KSEBിയുടെ പ്രൊജക്ടിന് കൂടുതലും SMEs യൂസ് ചെയ്യുന്നത്. KSEB എന്ന് പറഞ്ഞാൽ KSEB സബ്സ്റ്റേഷൻസ് കേന്ദ്ര സർക്കാരിന്റെ ഒരു പദ്ധതി പ്രകാരം അവർ SME ആയിരുന്നു സജസ്റ്റ് ചെയ്ത ഡിസൈൻ. കേരളത്തിൽ എനിക്ക് തോന്നുന്നില്ല SME ഉണ്ടാക്കുന്നവരാരും ഇല്ല. ക്ലിയർ ആയോ? ബേസിക്കലായിട്ട് നമ്മളിപ്പോ ഒരു വീട്ടില് 3 കിലോ വാട്ട് 5 കിലോ വാട്ട് വെക്കുമ്പോ, കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? 3 കിലോ വാട്ട് 5 കിലോ വാട്ട് വെക്കുമ്പോ SMUന്റെ അപ്ലിക്കേഷൻസ് വരുന്നുണ്ടോ? ഇത് അത് കസ്റ്റമറിന് സത്യം പറഞ്ഞാൽ നഷ്ടമാണ്. നമുക്കിപ്പോ ഒരു 3 കിലോ വാട്ട് വെക്കുന്ന ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ഒരു 5000 രൂപ ബില്ല് വരുന്ന ഒരു ആളൊക്കെ ആയിരിക്കും വെക്കുന്നത്. അപ്പൊ ആ SMUവിനേക്കാളും അദ്ദേഹത്തിന് നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ പറഞ്ഞ 3 കിലോ വാട്ട് 5 കിലോ വാട്ട് 10 കിലോ വാട്ട് വരെ അതിന്റെ ഒരു പോരാഴിക ഞാൻ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തിൽ എല്ലാവർക്കും സോളാറിൽ നിന്ന് എത്ര പ്രൊഡ്യൂസ് ചെയ്തു, ഒരു പകൽ സമയത്ത് ഇവർ എത്ര ഉപയോഗിച്ച്, അതൊന്നും അറിയാൻ പറ്റത്തില്ല. അതിനെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ എല്ലാവരും പോയി നെറ്റ് മീറ്ററിന്റെ റീഡിങ് എടുക്കും, സോളാർ മീറ്ററിന്റെ റീഡിങ് എടുക്കും, അങ്ങോട്ട് കൊടുത്തതും ഇങ്ങോട്ട് കൊടുത്തതും കുറയ്ക്കും, അങ്ങനെയൊക്കെ ചെയ്യും. അപ്പൊ അതിന് ആ ഒരു പ്രശ്നം ഞാൻ കണ്ടുകൊണ്ട് ഞങ്ങൾ തന്നെ ഡെവലപ്പ് ചെയ്തു ഒരു സിസ്റ്റം. അത് അമൃതയുമായിട്ട് ചേർന്നിട്ടാണ് ഞങ്ങൾ ചെയ്തത്. അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ചേർന്നിട്ട്, ഇലക്ട്രി എന്ന് പറയുന്ന എന്റെ കമ്പനി, അമൃതയും കൂടെ ചേർന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സിസ്റ്റം ഓൾറെഡി അത് ഇപ്പൊ നമ്മൾ പൈലറ്റായിട്ട് ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇതിനകത്തിൽ കസ്റ്റമറിന് മൊബൈലിൽ അറിയാൻ പറ്റും എത്രയാണ് അദ്ദേഹത്തിന്റെ വീട്ടിലെ കൺസംഷൻ, എത്ര എക്സ്പോർട്ട് ചെയ്തു, എത്ര സോളാറിൽ നിന്ന് ടോട്ടൽ വന്നു, പകൽ സമയത്ത് ഇദ്ദേഹം എത്ര ഉപയോഗിച്ചു. ഈ കാര്യങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിൾ ആയിട്ട് ഒരു 10,000 രൂപ കോസ്റ്റിന് അതിൽ നമുക്ക് അറിയാൻ പറ്റും. അതിന് ഈ SMUവിന്റെ ആവശ്യം വരുന്നില്ല. പറഞ്ഞേക്കുന്ന ചെറിയൊരു സിസ്റ്റം, ഒരു 10 കിലോ വാട്ടിന് എബോ SMU ഭയങ്കരമായിട്ട് നല്ലതാണ്, ആപ്ലിക്കബിൾ ആണ്, നല്ലതാണ്. 10 കിലോ വാട്ടിന് എബോ 10 കിലോ വാട്ടിന് താഴോട്ട് ഓക്കെ. അതായത് ബേസിക്കലി അത് ഒരു പവർ ഒപ്റ്റിമൈസർ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സിസ്റ്റം ആണെന്ന് പറയാം അല്ലെ SMU? അതായത് ഒരു സ്ട്രിങ്ങിനെ മോണിറ്റർ ചെയ്യാൻ വേണ്ടി. നമ്മളിപ്പോ ഒരു സാധനത്തിന് ഇതിലോട്ട് പോകുന്നു, ഡയറക്റ്റ് ആയിട്ട് CT എടുക്കുന്നു, അതിന്റെ വാല്യൂസ് എടുക്കുന്നു, PT എടുക്കുന്നു, അതിന്റെ ഇത് ചെയ്തിട്ട് ലോഡിന് എത്ര പ്രൊഡ്യൂസ് ചെയ്യുന്നു നമ്മൾ അതിന് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു. അതുകൂട്ട് തന്നെ നമുക്ക് ഈ ഒരു ഒപ്റ്റിമൈസർ ബേസ്ഡ് എന്നും പറയാൻ പറ്റത്തില്ല. ഒപ്റ്റിമൈസർ എന്ന് പറഞ്ഞാൽ വേറൊരു ടെക്നോളജിയിൽ വരുന്നത്, വേറൊരു ടോപ്പോളജിയിൽ വരുന്നത് ഒരു മോണിറ്ററിംഗ് ഡിവൈസസ് ആണ്. നമ്മളെ ആ സ്ട്രിങ്ങിൽ കൂടെ പോകുന്നതും വരുന്നതുമായിട്ടുള്ള ഇതിന്റെ ഒരു അതും ആക്യുറസി എന്ന് പറയുന്നത് നമുക്ക് ഒരു 100% ആക്യുറസി അല്ല ഇതിന് വരുന്നത്. ആക്ച്വലി അതിന് 75% ആക്യുറസി വരുന്നുണ്ട്. കാരണം ഇപ്പം പോകുന്നതിന് മുമ്പാണ് ഇത് അറിയുന്നത്. മാത്രമല്ല ഇപ്പൊ അത് ഇൻവെർട്ടറിന്റെ എഫിഷ്യൻസിയും മറ്റുള്ള ടെമ്പറേച്ചറും എല്ലാം ഡിപ്പെൻഡ് ചെയ്യും. ഈ ഇൻവെർട്ടറിന്റെ ടെമ്പറേച്ചർ പോലും നമുക്ക് എന്ത് ചെയ്യാം, പ്രൊഡക്ഷനെ ഒരു പരിധി വരെ ബാധിച്ചേക്കാം. അപ്പൊ അത് ഒരു 75-80% ഒക്കെ ഉള്ള എഫിഷ്യൻസി. എന്നാലും നമുക്ക് മോണിറ്റർ ചെയ്യുമ്പോഴത്തേക്കിന് കമ്പാരിറ്റീവ്ലി ബെറ്റർ ആണ്. അതൊരു 10 കിലോ വാട്ടിന് പോവാണ്. അത് ജീസസ് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് ഇപ്പൊ നമുക്ക് കൂടുതലായിട്ട് മാനുഫാക്ചറിങ് വരുന്നത്. ജീസസ് എന്ന് പറഞ്ഞൊരു ചെന്നൈ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ്. ചെന്നൈ ബേസ്ഡ് അവരാണ് ഇതിനകത്തിൽ കൂടുതലായിട്ടും SMU മാനുഫാക്ചർ ചെയ്യുന്നത്. പക്ഷെ ഈ മൈക്രോ ഇൻവെർട്ടർ സിനാരിയോയിലെ അത് ഓരോ മൈക്രോമീറ്ററിന്റെയും എല്ലാ പാരാമീറ്റേഴ്സും നമുക്ക് ഡേറ്റ കിട്ടുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ അതിന്റെ
ടോപ്പോളജി ചെയ്ത് എളുപ്പമല്ലേ? അതായത് മൈക്രോ ഇൻവെർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കിപ്പം 3 തരം ഇൻവെർട്ടേഴ്സ് ഓൺ ഗ്രിഡിനകത്തിൽ വരുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എന്ത് വരുന്നു, ഫസ്റ്റ് വരുന്ന സെൻട്രലൈസ്ഡ് സിസ്റ്റം വരും. രണ്ടാമത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്ട്രിങ് വരും. പിന്നാണ് മൈക്രോ വരുന്നത്. മൈക്രോ വരുന്നതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് രണ്ട് ഒരു കൂടുതൽ, കാരണം ഇപ്പം എല്ലാരും യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഇതിന്റെ എൻഫേസിന്റെ ആണ് കൂടുതൽ മൈക്രോ ഇൻവെർട്ടേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അരുണ നെറ്റ് പോകുന്നുണ്ടല്ലോ, വേറെ നെറ്റ് ഉണ്ടാവുമോ? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയിലും യുഎസിന്റെ എൻഫേസിന്റെ നെറ്റ് ഇപ്പൊ കേൾക്കാവോ? ക്ലിയർ ആണ്. അതായത് നമുക്ക് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പേര് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഫേസ് ആണ്. ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എൻഫേസിന്റെ. അപ്പൊ എൻഫേസിന്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് എൻഫേസ് ആണ് മൈക്രോ ഇൻവെർട്ടേഴ്സ് ഏറ്റവും കൂടുതലും റിസർച്ചുകളും ഓരോ അപ്ഡേറ്റ്സും പുതിയതായിട്ട് കൊണ്ടുവരുന്നത്. ബാക്കി പിന്നെ ചൈനയുടെ ഒക്കെയാണ് വരുന്നത്. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഫേസിന്റെ ആണ് ഇന്ത്യയിൽ ഉപയോഗിക്കുന്നത്. അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോസസ് സ്ട്രിങ് ഇൻവെർട്ടറിനെ സെൻട്രൽ ഇൻവെർട്ടേഴ്സിനെ അപേക്ഷിച്ച് ലോസസ് ഭയങ്കര കുറവാണ്. അതാണ് ഈ പറഞ്ഞേക്കുന്ന എൻഫേസിന്റെ ഒരു പ്രത്യേകത. മാത്രമല്ല നമുക്ക് ഈ പറഞ്ഞേക്കുന്ന ഞാൻ ഈ പറഞ്ഞ കാര്യമില്ലേ, ഒരു കസ്റ്റമറിന്റെ കൺസംഷൻ അറിയാം, ഒരു കസ്റ്റമറിന്റെ പ്രൊഡക്ഷൻ, അതായത് അതിന്റെ കമ്മ്യൂണിക്കേഷൻ ഇതും പിന്നെ അതിന്റെ കമ്മ്യൂണിക്കേഷൻ ഭയങ്കര എളുപ്പമാണ് അതിന്റെ. അതായത് ഭയങ്കര സ്മാർട്ടാണ് അതിന്റെ ഒരു കസ്റ്റമർ ഫ്രണ്ട്ലിയാണ്. കാരണം ഒരു കസ്റ്റമർ എത്ര പ്രൊഡ്യൂസ് ചെയ്തതെന്ന് അറിയാം, ഇൻഡിവിജ്വൽ പാനൽ എത്ര പ്രൊഡ്യൂസ് ചെയ്തതെന്ന് അറിയാം, നമ്മളൊരു കസ്റ്റമർ എത്ര എക്സ്പോർട്ട് ചെയ്തു എന്നറിയാം. മാത്രമല്ല എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ, ഈവൻ എന്തെങ്കിലും ഒരു KCB സൈഡിലായാലും എന്തെങ്കിലും ഒരു ഹാർമോണിക്സ് ഇഷ്യൂയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് കസ്റ്റമറിന് ഇമ്മീഡിയറ്റ്ലി ഇത് നോട്ടിഫിക്കേഷൻ കൊടുക്കുവാണ്. ഇത് ഓൾറെഡി നിങ്ങളുടെ സപ്ലയറിനെ അല്ലെങ്കിൽ ഇൻസ്റ്റാളറിനെ കോൺടാക്ട് ചെയ്യൂ, നിങ്ങൾക്ക് സിസ്റ്റം ഫെയിലിയർ ഉണ്ടെന്ന് പറഞ്ഞു. മാത്രമല്ല ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് നമ്മൾ അതിന്റെ ഒരു പ്രോപ്പർ ഡിസൈൻ ചെയ്യുവാണെങ്കിൽ ഒരു സ്ട്രിങ് ഇൻവെർട്ടർ തരുന്നതിനേക്കാളും കൂടുതൽ പ്രൊഡക്ഷൻ നമുക്ക് ഇതിനകത്തിൽ കാണാൻ പറ്റും. അത് നമ്മൾ ഈ പറഞ്ഞ ആഴ്ചത്തെ ഒന്ന് മോണിറ്റർ ചെയ്തിട്ടല്ല, ഒരു 3 വർഷം 4 വർഷം ഒക്കെ എടുത്ത് വെച്ച് നോക്കുവാണെങ്കിൽ അത് ഭയങ്കരമായിട്ട് അത് സ്റ്റേബിൾ ആണ്. അതിനകത്തിലൊരു മാറ്റവും നമുക്ക് കാണാൻ സാധിക്കില്ല. ഇനി വീണ്ടും നമ്മള് ഹലോ, കേൾക്കാമോ? കേൾക്കാം. മൈക്ക് മ്യൂട്ട് ചെയ്യാതെ സംസാരിക്കുക. ആണോ? ഇത്രയും കാര്യങ്ങളാണ് പൊതുവെ മൈക്രോ ഇൻവെർട്ടേഴ്സ് വെച്ചാൽ കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള പാനൽസ് ആണ് ഇപ്പം വന്നേക്കുന്നതെല്ലാം. 450 വരെയുള്ള IQ7 ആണ് വന്നേക്കുന്നത്. ഇപ്പൊ ഇനി IQ8 വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതാണ്. പിന്നെ കാരണം അവരെ അപ്ഡേറ്റ് ചെയ്ത് അവര് ഇറക്കുന്നുണ്ട്. പിന്നെ മാത്രമല്ല 900 രൂപ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മൈക്രോ ഇൻവെർട്ടറിന് 20 വർഷം വരെ വാറണ്ടി കിട്ടും, എക്സ്റ്റൻഡഡ് വാറണ്ടി, റീപ്ലേസ്മെന്റ്. അതും ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് അവർ തരുന്നത്, നല്ല സർവീസ് ആണ് തരുന്നത്. ഒരു ഇൻസ്റ്റാളർക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊച്ചു പിള്ളേർക്ക് വരെ പോയി ഇൻസ്റ്റാൾ ചെയ്യാതെ, അത് അത്രയ്ക്കും സിമ്പിൾ ആണ് അതിന്റെ ഇൻസ്റ്റാളേഷൻ രീതി ഈ മൈക്രോ ഇൻവെർട്ടേഴ്സിന്റെ. പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വാറണ്ടി ഒരു വലിയൊരു ഘടകമാണ്. പിന്നെ വാറണ്ടിക്ക് ഉപരി അത് നമുക്കിപ്പോ ഓരോ പാനലിന്റെ ഇപ്പം ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ നമ്മൾ സ്ട്രിങ് കണക്ട് ചെയ്തേക്കുന്ന ഒരു പാനല് ഒരു കസ്റ്റമർ എന്നുള്ള രീതിയിൽ ഞാനത് എന്റെ ഒരു പാനലിന് എഫിഷ്യൻസി കുറവാന്ന് ഞാൻ എങ്ങനെ ഒരു 6 എണ്ണോ അല്ലെ ഒരു 12 പാനലുണ്ട്, അതിൽ ഒരു പാനൽ പോയി അതിന്റെ എഫിഷ്യൻസി കുറഞ്ഞു, ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം അറിയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഒന്നെങ്കിൽ മൈക്രോ ഇൻവെർട്ടേഴ്സ് വെക്കണം, അല്ലെങ്കിൽ ഒപ്റ്റിമൈസർ ടെക്നോളജി വെക്കണം. അപ്പൊ ഇത് പോയെന്നൊരു ഒരു കമ്പനിയെ നമ്മൾ എങ്ങനെ പ്രൂവ് ചെയ്യും? അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിലെല്ലാം ഈ പറഞ്ഞ കാര്യങ്ങൾ വലിയൊരു ഘടകമാണ്. മാത്രമല്ല ഈ പറഞ്ഞതിനോട് എനിക്കൊരു വലിയ താല്പര്യം ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൈക്രോ ഇൻവെർട്ടർ സ്മാർട്ട് ഗ്രിഡിന്റെ വലിയൊരു ഭാഗമാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു മൈക്രോ ഗ്രിഡ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ യൂസ് ചെയ്യാം. അതായത് ഇനിയിപ്പോ നമുക്ക് ഇതിന്റെ ഒരു AC വാള് വരുന്നുണ്ട്, അതായത് AC പവർ വാള് വരുന്നുണ്ട് ഈ എൻഫേസിന്റെ തന്നെ. അതായത് AC ബാറ്ററി എന്ന് പറയും. അതായത് നേരിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബാറ്ററി ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ഹൈബ്രിഡ് സിസ്റ്റം ആയിട്ട് തന്നെ പ്രവർത്തിക്കും. പക്ഷെ കുറച്ച് കോസ്റ്റ്ലി ആണ്. നമുക്കിപ്പോ 2 എണ്ണം വരുന്നുണ്ട്. അപ്പൊ അത് കുറച്ചുകൂടെ നല്ലതാണ്. പിന്നെ ഓരോ അപ്ഡേഷൻ വരുമ്പോഴത്തേക്കിനും
നമുക്കാണെങ്കിൽ ഇത് പവർ ലൈൻ കമ്മ്യൂണിക്കേഷനാണ് വരുന്നത്. കമ്മ്യൂണിക്കേഷന് വലിയ ഇഷ്യൂസ് വരത്തില്ല, പവർ ലൈൻ കമ്മ്യൂണിക്കേഷനാണ് വരുന്നത്. അങ്ങനെയുള്ള കുറെ ഗുണങ്ങളുണ്ട്. പിന്നെ ദോഷമായിട്ട് പറയാനായിട്ടൊന്നും വലുതായിട്ട് വലിയ ദോഷമൊന്നും ഞാൻ, കോസ്റ്റ് ഇച്ചിരി കൂടുതലാണ്. കാരണം റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ROI നോക്കുന്നവർക്കൊന്നും അത്ര എളുപ്പമായിരിക്കത്തില്ല. ലോങ് റണ്ണിൽ നോക്കുന്നവർക്ക് ഭയങ്കര ലാഭമായിരിക്കും മറ്റുള്ളവരെ അപേക്ഷിച്ച്. കാരണം ഒരു 7 വർഷം ഇൻവെർട്ടർ വെച്ചിട്ട് ചെയ്യുന്നവരും അവര് ഈ പറഞ്ഞേക്കുന്ന ഇൻവെർട്ടറിന്റെ എഫിഷ്യൻസി ഒരു 5 വർഷം അല്ല ഒരു 4 വർഷം കഴിയുമ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് മെഷർ ചെയ്താൽ മതി. അപ്പോൾ അറിയാം ഇതിന്റെ ഒരു എഫിഷ്യൻസി. നിങ്ങൾ പാനലിന്റെ എഫിഷ്യൻസി ആണോ ഇൻവെർട്ടറിന്റെ എഫിഷ്യൻസി ആണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. അതാ റിയാലിറ്റി. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിലെല്ലാം ലോങ് റണ്ണിലുള്ള എന്തുകൊണ്ടും നല്ലതാണ് എൻഫേസ്. ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ. ഈ ഓൺ ഗ്രിഡ് സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്കും ഹൈ വോൾട്ടേജ് DC ആണ് നമ്മളെ റൂഫ് ടോപ്പിന്റെ മുകളിൽ വരുന്നത്. അപ്പൊ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും മൈക്രോ ഗ്രിഡ് ഇൻവെർട്ടേഴ്സ് ലോ വോൾട്ടേജ് DC ആണ്. ഡേഞ്ചറസ് സിറ്റുവേഷൻ വരുന്നത് കുറവായിരിക്കും. അപ്പൊ അത് തന്നെയാണ് കൂടുതൽ നല്ലത്. നമ്മുടെ സേഫ്റ്റി ആസ്പെക്ടിൽ നോക്കും. നമ്മുടെ ഇപ്പോൾ എന്റെ വീടിന്റെ റൂഫ് ടോപ്പിൽ ഞാൻ സോളാർ ചെയ്യുകയാണെങ്കിൽ ഹൈ DC-ലോട്ട് പോകുന്നതിന് പകരം ഇത് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ അതോടൊപ്പം തന്നെ താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻഡിവിജ്വൽ മൊഡ്യൂൾസിന്റെ എഫിഷ്യൻസി ഒക്കെ നമുക്ക് മോണിറ്റർ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, എന്തുകൊണ്ട് ഇത് കോമൺ ഇതായി മാറുന്നില്ല? ഇപ്പോ കേരളത്തില് ഇപ്പോഴും ഓൺ ഗ്രിഡ് തന്നെയാണ് കൂടുതൽ ഫ്ലോ ആവുന്നത് അല്ലേ? അതായത് ഇതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ ഈ പറഞ്ഞ കൂട്ട് ഫയറും മറ്റുള്ള കാര്യങ്ങളും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയൊരു ഘടകം തന്നെയാണ്. പക്ഷെ നമ്മളുടെ ഇവിടുത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ എൻഫേസ് എന്ന് പറയുന്ന ഒരു സാധനം അമേരിക്കൻ, അതായത് ഒരിക്കലും ഒരു ഇന്ത്യൻ ഇതിനു വേണ്ടി ഡിസൈൻ ചെയ്തതല്ല. അത് ആക്ച്വലി യൂറോപ്യൻ അമേരിക്കൻ ആ ഒരു സ്റ്റാൻഡേർഡ് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും റേസ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് വരുന്നില്ല. അതായത് റേസ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഒന്നും അവിടെ ചെയ്തിട്ട് നമുക്ക് സോളാർ വരുന്നില്ല. ഒരു വീട് വെക്കുവാണെങ്കിൽ അവർ അതിന്റെ എസ്തെറ്റിക് ലുക്ക് നോക്കിയിട്ട് ആ വീടിന്റെ ടൈലിനോട് ചേർത്ത് തന്നെ ആയിരിക്കും അവരുടെ എന്ത് വരുന്നത്, ഒരു പാനൽ വരുന്നത്. ഇപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സ്ട്രിങ് ഇൻവെർട്ടർ ആണെങ്കിൽ ഒരിക്കലും നമുക്കിപ്പം സാധാരണഗതിയിൽ ഞങ്ങൾ പണ്ട് കാലത്ത് ഓൺ ഗ്രിഡ് സിസ്റ്റം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സെൻഡിങ് എൻഡിൽ, അതായത് നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പാനൽ വെച്ചിട്ട് അതിന്റെ സ്ട്രിങ്, കാരണം അതിന്റെ കുറെ വിമർശനങ്ങൾ ഞാൻ നേരിട്ടതാ അന്ന് പറഞ്ഞപ്പോ. അതായത് നമ്മൾ ആക്ച്വലി പാനലിനെ പ്രൊട്ടക്ട് ചെയ്യാനോ ഇൻവെർട്ടറിനെ പ്രൊട്ടക്ട് ചെയ്യാനോ അല്ല ഇത് വെക്കുന്നത്. അതായത് സെൻഡിങ് എൻഡിൽ ഒരു MCB വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞേക്കുന്ന അതായത് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുമ്പോൾ കേബിൾ പ്രൊട്ടക്ഷൻ ആണ് നമ്മൾ വെക്കുന്നത്. അതായത് സെൻഡിങ് എൻഡിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു MCB എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ഈ കേബിളിനെ എന്നിട്ടാണ് നമ്മൾ പാനലിൽ നിന്ന് വരുന്ന സ്ട്രിങ്ങുകളെ നേരിട്ട് കൊണ്ടുവന്ന ഒരു ഫ്യൂസോ അല്ലെങ്കിൽ ഒരു MCBയോ പ്രൊവൈഡ് ചെയ്യും. എന്നിട്ട് നേരിട്ട് താഴെ വന്നിട്ട് അവിടെ താഴെ എന്തെങ്കിലും SPD കൊടുക്കും. മുകളിൽ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പോകുന്ന ഇതിൽ സ്ട്രൈക്ക് അടിക്കുമെന്ന് പറഞ്ഞിട്ട് ചിലത് സമ്മതിക്കത്തില്ല. എന്നാലും ചില എല്ലാ ഇൻവെർട്ടേഴ്സിനകത്തിലും Type 2 SPDs ഉള്ളതാണ്, ഒന്നും സംഭവിക്കാനൊന്നുമില്ല. അപ്പോൾ ഏറ്റവും സെൻഡിങ് എൻഡിൽ തന്നെ വെക്കണമെന്ന് പണ്ട് കാലത്ത് പറയാറുണ്ട്. ഇപ്പൊ ആരും അങ്ങനെ ഉപയോഗിക്കുന്നത്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഈ പറഞ്ഞേക്കുന്ന ഫയറോ കാര്യങ്ങളോ വരാനുള്ള ചാൻസസ് വളരെ കുറവാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ കോമൺ ആയിട്ട് ചെയ്യാൻ തന്നെ മെയിൻ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ ഒരു വലിയൊരു ഘടകമാണ്. കാരണം ഇതിന് സാധാ സ്ട്രിങ് ഇൻവെർട്ടറിനെ അപേക്ഷിച്ച് നമ്മളുടെ ഈ പറഞ്ഞേക്കുന്ന ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് മൈക്രോ ഇൻവെർട്ടർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കോസ്റ്റ് ഒരുപാട് നമുക്ക് എന്ത് ചെയ്യും, ഒരു 10, 30, 40% കൂടുതലാണ്. അതാ പ്രധാനമായിട്ടും എല്ലാവരും പുറകോട്ട്. മാത്രമല്ല ഇതിനെപ്പറ്റി ഒരു അറിവ് എല്ലാവർക്കും വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. കാരണം ഇപ്പൊ ഒരു 2 വർഷമായിട്ട് 3 വർഷമായിട്ടാണ് ഇപ്പൊ ഓൺ ഗ്രിഡ് ഇത്രയും ഒരു ബൂം എത്തി മാർക്കറ്റ് അങ്ങ് ഭയങ്കരമായിട്ട് എക്സ്പാൻഡ് ആയത്. ഈ ഒരു 3 വർഷം കൊണ്ടാണ് മാർക്കറ്റ് ഒരുവിധം ഭയങ്കര വലിയ രീതിയിൽ എക്സ്പാൻഡ് ആയി. ഇപ്പോഴും എക്സ്പാൻഡ് ആയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഈ ഒരു എക്സ്പാൻഷന്റെ ഭാഗമായിട്ട് ഉറപ്പായിട്ട് ഈ മൈക്രോ ഇൻവെർട്ടേഴ്സ് എല്ലാവരും ചെയ്യും. ഇനിയിപ്പം നോക്കിക്കോ, ഒരു വർഷത്തിനുള്ളിൽ ഇനിയും വരാൻ പോകുന്ന വർഷങ്ങളിൽ മൈക്രോ ഇൻവെർട്ടേഴ്സ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്യുന്നത്. എന്നാൽ സ്ട്രിങ് ഇൻവെർട്ടേഴ്സ് പുറകോട്ട് പോവുക തന്നെ ചെയ്യും. പക്ഷെ അതിന് കോമ്പാക്റ്റബിൾ, കാരണം നമുക്കിപ്പോ അറിയാം മൈക്രോ ഇൻവെർട്ടേഴ്സ് ഡിസൈൻ ചെയ്തേക്കുന്ന 450 വാട്ട്സ് വരെയുള്ള പാനലുകൾക്ക് ഉപയോഗിക്കത്തക്ക രീതിയിലാണ് ഇപ്പം ഇത് വന്നേക്കുന്ന മൈക്രോ ഇൻവെർട്ടേഴ്സ് വന്നത്. അത് 500 ഒക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ക്ലിപ്പിംഗ് സംഭവിക്കും. അപ്പൊ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഇപ്പൊ 450 താഴോട്ടുള്ള സിസ്റ്റമാണ് വന്നേക്കുന്നത്. IQ8 വന്നു കഴിഞ്ഞാൽ ഈ 500 വരെയുള്ള സിസ്റ്റമായിട്ട് കോമ്പാക്റ്റബിൾ ആകുമ്പോഴത്തേക്ക്, കാരണം ഇന്ന് പല ഇൻവെർട്ടേഴ്സും ഈ 500 എബോ ഉള്ള പാനലുമായിട്ട് കോമ്പാക്റ്റബിൾ അല്ല. അപ്പൊ പാരലി ചെയ്തൊക്കെയാണ് ആൾക്കാർ കൊടുക്കുന്നത്. അതൊക്കെ ഭയങ്കര ഇഷ്യൂസ് പിന്നീട് ഭാവിയിലായാലും പിന്നീട് വലിയ ഇഷ്യൂസ് ഒക്കെ വരും. അപ്പൊ അതുകൊണ്ട് പാനലിന്റെ കപ്പാസിറ്റി, ഇപ്പം മൊഡ്യൂളിന്റെ എഫിഷ്യൻസി കൂട്ടേണ്ട വഴിക്ക് പാനൽ എഫിഷ്യൻസിയാണ് എല്ലാവരും നോക്കുന്നത്. ഇപ്പൊ സെൽ എഫിഷ്യൻസി നോക്കുന്നില്ല.
ഇപ്പൊ പാനൽ എഫിഷ്യൻസി നോക്കുമ്പോഴത്തേക്കിന് ഓവറോൾ പാനൽ എഫിഷ്യൻസി ഇപ്പൊ ഒരു 2.1 ഒരു മീറ്ററിൽ ഒരു പാനൽ എഫിഷ്യൻസി ഒരു 500 വാട്ട്സ് അല്ല 550 വാട്ട്സ് കിട്ടുവാണെങ്കിൽ പാനൽ എഫിഷ്യൻസി കൂടി കുറഞ്ഞ സൈസിൽ കൂടുതൽ കിട്ടുക. അപ്പം ആൾക്കാർ കൂടുതലായിട്ട് അതിലോട്ട് അട്രാക്ട് ചെയ്യും. കുറഞ്ഞ സ്പേസ് മതി ഓവറോൾ. അപ്പം പ്ലാന്റിന്റെ എഫിഷ്യൻസി കൂടി ഓവറോൾ കുറഞ്ഞ സൈസ് ആകും. അപ്പൊ അങ്ങനെയുള്ള കമ്പാരിസൺ ഒക്കെ വരുമ്പോഴത്തേക്കിന് ആ ഒരു സിസ്റ്റമായിട്ട് കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള മൈക്രോ ഇൻവെർട്ടേഴ്സ് വരുമ്പോൾ ആൾക്കാരെല്ലാം പോയി ചൂസ് ചെയ്യുന്നത് ഈ പറഞ്ഞ മൈക്രോ ഇൻവെർട്ടേഴ്സ് തന്നെ ആയിരിക്കും എല്ലാവരും ചെയ്യുന്നത്. ഇപ്പം വലിയ പ്രോജക്റ്റുകൾക്കൊക്കെ എടുക്കുമ്പോൾ കോസ്റ്റ് ഒരുപാട് കൂടുന്നതുകൊണ്ടാണ് ആൾക്കാർ പിന്നെ ഇവിടെ നിൽക്കുന്നത്. പിന്നെ ഇതിന് ഇച്ചിരി ഹാർമോണിക്സിന്റെ ഇഷ്യൂസ് വരുന്നുണ്ട്. അത് ഓരോ അപ്ഡേറ്റ് വരുമ്പോഴും അത് ക്ലിയർ ആവുന്നുണ്ട്. പിന്നെ വലിയ സിസ്റ്റങ്ങൾക്ക് ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും പിന്നെ ഇഷ്യൂസ് വരത്തില്ല. അത്യാവശ്യം ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളതും സേഫ് ആയിട്ടുള്ളതും കസ്റ്റമറിന് ഏറ്റവും ഗുണം ചെയ്യുന്നതുമായിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഈ പറഞ്ഞ എൻഫേസിന്റെ മൈക്രോ ഇൻവെർട്ടേഴ്സ്. മൈക്രോ ഇൻവെർട്ടേഴ്സ് എപ്പോഴും ഈ പറഞ്ഞ ഞാൻ പറഞ്ഞത് സെൻട്രൽ ഇൻവെർട്ടർ, സ്ട്രിംഗ് ഇൻവെർട്ടർ, മൈക്രോ ഇൻവെർട്ടർ, അതിൽ ഏറ്റവും ബെറ്റർ സിസ്റ്റവും ടോപ്പോളജിയുമാണ് മൈക്രോ ഇൻവെർട്ടേഴ്സിന്റെ. കാരണം സ്ട്രിംഗ് ഇൻവെർട്ടറിൽ നമ്മളിപ്പോ ഒരു സീരീസ് ഓഫ് പാനൽസ് കണക്ട് ചെയ്തിട്ട് ആ പാനൽസിന്റെ സീരീസിൽ കണക്ട് ചെയ്തേക്കുന്നതിനെയാണ് MPPT എന്ത് ചെയ്യുന്നത്, ബൂസ്റ്റ് ചെയ്യുന്നതും ബക്ക് ചെയ്യുന്നതും. നമ്മൾ ആ MPPTയുടെ ആ ഏത് ലോജിക്കാണോ ആ ലോജിക്ക് വെച്ചിട്ട് ഇവൻ എന്ത് ചെയ്യുന്നത്, ട്രാക്ക് ചെയ്തിട്ട് ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള രീതി കൺവേർട്ട് ചെയ്യുന്നത് DC to DC കൺവേർഷൻ. നമ്മുടെ ഈ മൈക്രോ ഇൻവെർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ പാനലിനെയാണ് എന്ത് ചെയ്യുന്നത്, ട്രാക്ക് ചെയ്യുന്നത്. അപ്പൊ ഓവറോൾ സിസ്റ്റത്തിന് ഭയങ്കര എഫിഷ്യൻസി ആയിരിക്കും. അതായത് ഒരു പാനലിനെ ഞെക്കി പിഴി, അതാണ് പച്ച മലയാളത്തിൽ പറഞ്ഞത്. ക്ലിയർ ആയോ? കണക്കടാ ക്ലിയർ ആയോ? ഓക്കെ ക്ലിയർ ആണ്. ഹലോ, ആ കേക്കാണ്. ഞാൻ ഒരു ഡൗട്ട് ചോദിക്കുകയാണ്. ഈ KSEB ഗ്രിഡ് വോൾട്ടേജ് നമ്മൾ 230 ആണോ 240 ആണോ? ഒരു ഡൗട്ട്. രണ്ടാമത്തെ ഡൗട്ട്, നമ്മൾ ഓൺ ഗ്രിഡ് ഇൻവെർട്ടറില് ലോ വോൾട്ടേജ് ഹൈ വോൾട്ടേജ് സെറ്റ് ചെയ്യുന്നത് എന്തിന്റെ ബേസിലാ? അതായത് KSEB ഒരു ഹലോ കേൾക്കാം. അതായത് KSEB നമുക്കിപ്പോ ഒരു സിസ്റ്റത്തിനാണെങ്കിൽ ഒരു ലോവർ ലിമിറ്റ് തന്നിട്ടുണ്ട്, അപ്പർ ലിമിറ്റ് തന്നിട്ടുണ്ട്. കാരണം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞേക്കുന്ന ഗ്രിഡിന്റെ സ്റ്റെബിലിറ്റിയെ അതായത് ഗ്രിഡിന്റെ സ്റ്റെബിലിറ്റിയെ ബാധിക്കുന്ന ഒരു വലിയൊരു ഘടകമാണ്. നമ്മൾ ഈ പറഞ്ഞ ഓൺ ഗ്രിഡ് വെച്ചാലും KSEB വന്ന് ചെക്ക് ചെയ്യുമ്പോഴത്തേക്കിന് അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള THD അല്ലെങ്കിൽ അതായത് ഹാർമോണിക്സ്, ആ ഹാർമോണിക്സ് അതിലെ DC ഇഞ്ചക്ഷൻ ഒക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞേക്കുന്ന ഗ്രിഡിന്റെ സ്റ്റെബിലിറ്റിയെ ബാധിക്കും. അത് ട്രാൻസ്ഫോമറിന്റെ എഫിഷ്യൻസിയെ ബാധിക്കും. അതായത് ഒരു അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സാധനത്തിന് അതിലോട്ട് വോൾട്ടേജും സാധനവും അങ്ങോട്ട് വിടുവാണെങ്കിൽ എന്ത് പറ്റും, സ്വാഭാവികമായിട്ടും ഗ്രിഡിന്റെ സ്റ്റെബിലിറ്റിയെ ബാധിക്കും. ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറി സൈഡിൽ വൈൻഡിങ്ങിന് അതൊരു വലിയൊരു ഡാമേജ് ആയിട്ട് മാറും. ഓവറോൾ ട്രാൻസ്ഫോമറിന്റെ എഫിഷ്യൻസിയെ പൂർണ്ണമായിട്ടും ബാധിക്കും. ചുരുക്കം പറഞ്ഞാൽ ട്രാൻസ്ഫോമർ എഫിഷ്യൻസി കുറയും, ഗ്രിഡിന്റെ സ്റ്റെബിലിറ്റി മാറും. അപ്പൊ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഒരു ഗ്രിഡ് സ്റ്റാൻഡേർഡിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ പറഞ്ഞേക്കുന്ന ഇത് സെറ്റ് ചെയ്തേക്കുന്നത്. അത് ഒരു നമ്മൾ ഇന്ത്യൻ ഇലക്ട്രിക്കൽ കോഡിന്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്, ഈ പറഞ്ഞേക്കുന്ന KSEB അത് സെറ്റ് ചെയ്തേക്കുന്നത്. അതെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് IEC സ്റ്റാൻഡേർഡാണ്. IEC സ്റ്റാൻഡേർഡ് പ്രകാരമാണ് ആ ഒരു ഇൻവെർട്ടർ ആ ഒരു ബേസിൽ ഇതിന്റെ വോൾട്ടേജ് സെറ്റ് ചെയ്തിട്ടുള്ളത്. എനിക്ക് IEC 61727 തോന്നുന്നു. ആ ഒരു ബേസിലാണ്, ആ ഒരു കോഡിന്റെ ബേസിലാണ് ഈ പറഞ്ഞേക്കുന്ന നമ്മൾ ഈ പറഞ്ഞേക്കുന്ന വാല്യൂസ് തീരുമാനിച്ചേക്കുന്നത്. ഗ്രിഡ് സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി. അതുകൊണ്ടാണ് അവർ വന്ന് മെഷർ ചെയ്യുന്നത്. ആക്ച്വലി അവർ കാലിബ്രേറ്റ് ചെയ്യുവാണ്, നമ്മുടെ സിസ്റ്റത്തിനെ കാലിബ്രേറ്റ് ചെയ്തിട്ട് ആ ഒരു വാല്യൂയിലോട്ട് എത്തിക്കുക ചെയ്യുന്നത്. KSEBയുടെ ഈ പെറ്റ് അല്ലെങ്കിൽ അവര് മറ്റേ മീറ്റർ ടെസ്റ്റിംഗ് വിങ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കാലിബ്രേറ്റ് ചെയ്യുവാണ്. അപ്പൊ നമുക്ക് KSEB പറഞ്ഞേക്കുന്നത് 230 വോൾട്ട് നമ്മളുടെ വീട്ടിലെത്തിക്കുക, അല്ലെങ്കിൽ 240 വോൾട്ട് വീട്ടിലെത്തിക്കുക എന്നാണ് പറഞ്ഞേക്കുന്നത്. ആക്ച്വലി എന്റെ വീട്ടിൽ കിട്ടുന്നത് 232 കിട്ടും, 210 കിട്ടും, ചിലപ്പം പറയാൻ പറ്റത്തില്ല, ഒരു ഫേസിനകത്ത് 190 കിട്ടും. അങ്ങനെയൊക്കെയാണ് വരുന്നത്. അതെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റം അൺബാലൻസിങ്ങിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. അതിന് KSEB ഒരു പരിഹാരം കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ KSEB പറഞ്ഞിട്ടുണ്ട് എല്ലാ വീടുകളിലും അവരുടെ കണക്റ്റഡ് ലോഡുകൾ കറക്റ്റ് ആയിട്ട്
നിജപ്പെടുത്തി, അതായത് കറക്റ്റ് ആയിട്ടുള്ള കണക്റ്റഡ് ലോഡ് കൊടുക്കുക. അന്നേരം അതിനനുസരിച്ചാണ് ഇപ്പം KCBക്ക് എല്ലാവരുടെയും വീട്ടിൽ വന്നിട്ട് ലൈറ്റ് എത്ര ഇടും അങ്ങനെ നോക്കാൻ പറ്റത്തില്ല. അപ്പൊ KCB അത് ഒരു കർശനമായിട്ട് ഒരു നിബന്ധന വെച്ചേക്കുവാണ്, കണക്റ്റഡ് ലോഡുകൾ എല്ലാം റിവേഴ്സ് ചെയ്ത് തരണമെന്ന് പറയാം. അതെല്ലാം ഈ ഗ്രിഡിന്റെ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ്. കാരണം അൺബാലൻസിങ് വരും, അങ്ങനെ കുറെ ഇഷ്യൂസ് KCB ഫേസ് ചെയ്യുന്നുണ്ട്. പലയിടത്തും വലിയ ഹയർ എക്യുപ്മെന്റ് പ്രവർത്തിക്കുമ്പോഴത്തേക്കിന് ആ സിസ്റ്റം താഴെ പോകും. പിന്നെ വൈകുന്നേരങ്ങളിൽ പ്രോപ്പറായിട്ട് ന്യൂട്രലിനകത്ത് മര്യാദയ്ക്കൊന്ന് തൊടാൻ പോലും പറ്റത്തില്ല, ആ രീതിയിലുള്ള ഇഷ്യൂസ് വരും. അപ്പൊ ഇതെല്ലാം അൺബാലൻസിങ് ഈ പറഞ്ഞേക്കുന്ന ലോഡിനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. പിന്നെ നമ്മൾ കൊടുക്കുന്ന, അതായത് സിസ്റ്റത്തിനകത്തിൽ ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചോടെ പറയാ, ഒരു അൺബാലൻസിങ് ആയിട്ടുള്ള ഒരു സോളാർ സിസ്റ്റം, അതായത് നമ്മളിപ്പോ നമ്മുടെ ഒരു സോളാറിന്റെ ഒരു ഓൺ ഗ്രിഡ് ഇൻവേർട്ടർ കംപ്ലൈന്റ് ആയെങ്കിൽ അത് പ്രോപ്പറായിട്ട് ഇപ്പം ഒരു ചെറിയൊരു കംപ്ലൈന്റ് വരും. സാധാരണ ഗതിയിൽ പൊതുവെ അത് അങ്ങനെ വന്നിട്ടില്ല, മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആയിട്ടാണ് അത് വരുന്നത്. അപ്പൊ അത് കാരണം എന്ത് വരും, ഇവൻ കണ്ടമാനം THD അങ്ങ് തെള്ളിവിടും. ഇപ്പൊ ഈ പ്രൊഡക്ഷൻ കുറയുമ്പോൾ എന്തായാലും THD തെള്ളിവിടും. അതെല്ലാം ഈ പറഞ്ഞേക്കുന്ന ലൈനിൽ എന്ത് ചെയ്യും, ലൈനിന്റെ ക്വാളിറ്റി, അതായത് പവർ ക്വാളിറ്റി എന്ന് പറയും, ആ പവർ ക്വാളിറ്റിയെ ബാധിക്കും. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് KCB കർശനമായിട്ട് ഈ പറഞ്ഞേക്കുന്ന ടെസ്റ്റിംഗ് നടത്തി കാലിബ്രേറ്റ് ചെയ്ത് ഇന്ന വാല്യൂവിൽ കൊണ്ടുവെക്കണം എന്നൊക്കെ പറയുന്നത്. പാലിക്കുന്നുണ്ട്, ഒരു പരിധിവരെ പാലിക്കുന്നുണ്ട്, ചിലത് പക്ഷെ ഇപ്പൊ ഒരു പുതിയ റൂൾസ് ഇറങ്ങിയിരിക്കുന്നത് അപ് ടു 50 കിലോവാട്ട് വരെയുള്ള ഇൻവെർട്ടേഴ്സ് BIS സർട്ടിഫിക്കേഷൻ ഉള്ളതാണെങ്കിൽ ഈ ഒരു ടെസ്റ്റിങ്ങിന്റെയും ഇതിന്റെ ആവശ്യമില്ല. നമുക്ക് തന്നെ സ്വന്തമായിട്ട് കാലിബ്രേറ്റ് ചെയ്ത് KSCBയുടെ സെക്ഷൻ ഓഫീസിൽ കൊടുത്താൽ ഇമ്മീഡിയറ്റ് അവർ നെറ്റ് മീറ്റർ കണക്ട് ചെയ്യും. അവർ ആകെ ചെക്ക് ചെയ്യുന്നത് ആന്റി ഐലൻഡിങ് ഫെസിലിറ്റി മാത്രം. ഇത് ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ സാർ, ഒരു പെട്ടെന്നുണ്ടാകുന്ന ഒരു പ്രശ്നമല്ല ഇത് വരുന്നത്. സ്വാഭാവികമായിട്ടും ഇത് കുറെ കാലക്രമേണ തെള്ളി വരുന്ന ഒരു കാര്യമാണ്. ഇതിപ്പോ സാർ ഒരു 2 വർഷം കൂടെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിന് നമ്മുടെ പവർ ക്വാളിറ്റി ഭയങ്കരമായിട്ട് മോശമാകുന്ന ഒരു സിറ്റുവേഷനിലോട്ട് പോകും. ഇപ്പോഴെല്ലാം കുറച്ച് കഴിയുമ്പോഴത്തേക്കിന്, അന്നേരം സാധാരണ ഇത് KCB അപ്പൊ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കൂടുതൽ ട്രാൻസ്ഫോമേഴ്സ് പ്രൊവൈഡ് ചെയ്യും, കൂടുതൽ സിസ്റ്റത്തിനെ കൂടുതൽ ഇപ്പം സാർ ശ്രദ്ധിച്ചാൽ മതി. ഇപ്പം KCB ലോഡിന്റെ കണക്റ്റഡ് ലോഡുകളുടെ കാര്യത്തിൽ കർശനമായിട്ട് നിബന്ധന വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഒരു KCBയുടെ സിസ്റ്റത്തിൽ നമ്മൾ കണക്ട് ലോഡ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ട്രാൻസ്ഫോമറിന്റെ കീഴിൽ എത്ര ലോഡ് ഉണ്ടെന്ന് വരെ ഇപ്പം KCB അങ്ങനെ ഒരു പുതിയൊരു ഇതിലോട്ട് മാറിയിട്ടുണ്ട്, കുറച്ചുകൂടെ അപ്ഡേറ്റ് ആയിട്ടുണ്ട് KCB. അപ്പം നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാം. അതുകൊണ്ട് അതിന്റെ ഒരു ഭാഗമായിട്ടായിരിക്കാം ഈ പറഞ്ഞേക്കുന്ന ഇത് ടെസ്റ്റിങ്. പിന്നെ നമുക്ക് ഈ കൊച്ചു സിസ്റ്റങ്ങൾക്കൊന്നും വരത്തില്ല, മൾട്ടിപ്പിൾ ഓഫ് ഇത് വരുമ്പോഴത്തേക്കിന് ഒരു ഐലൻഡിന്റെ കീഴിൽ കുറെ ഈ ഒരു ഇഷ്യൂസ് ഒക്കെ വരുമ്പോഴത്തേക്കിന് അവിടെ വരുന്ന നമ്മളുടെ ഇപ്പൊ എല്ലാവരുടെയും വീട്ടിലും നമുക്കിപ്പോ DC ഇഞ്ചക്ഷൻ ആണ് പ്രധാന വെല്ലുവിളി. അപ്പൊ അതിനിപ്പോ നമ്മുടെ വീട്ടിലിപ്പോ CCTV, എല്ലാ വീട്ടിലും CCTV ആയി, LED ആയി, അങ്ങനെയുള്ള. അപ്പൊ വൈകുന്നേരങ്ങളിൽ പവർ ക്വാളിറ്റി ഭയങ്കരമായിട്ട് മോശമാകും. ആ ഒരു സമയങ്ങളിൽ തന്നെയാണ് നമുക്ക് ഈ വോൾട്ടേജിന്റെ ഒരു നല്ലൊരു ഓസിലേഷൻ കാണാൻ സാധിക്കുന്നത്. അതെല്ലാം പവർ ക്വാളിറ്റി. ഒരു വെൽഡിംഗ് മെഷീനോ അല്ലെങ്കിൽ ഒരു തടിമില്ലോ അങ്ങനെയൊക്കെയുള്ള ഹെവി എക്യുപ്മെന്റ്സ് ഉള്ള ഏരിയയിലെ നമ്മൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പവർ ക്വാളിറ്റിയിൽ വേരിയേഷൻ ഉണ്ടാവും അല്ലേ? എന്റെ ചോദ്യം അതല്ല, ഇൻവെർട്ടർ കട്ട് ചെയ്യുന്നില്ലേ 270 190 അല്ല എന്റെ സെറ്റിംഗ്സ്, നമ്മൾ ഓൺ ഗ്രിഡ് ഇൻവെർട്ടറിൽ 270 അത് എന്തിന്റെ ബേസിലാണെന്നത്? അതാണ് ഞാൻ ഈ പറഞ്ഞേക്കുന്ന IEC സ്റ്റാൻഡേർഡിന്റെ ബേസിലാണ് KCB നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. അതെ, ഈ റെസിസ്റ്റൻസ് ഞാൻ പറഞ്ഞ നമ്മളുടെ സിസ്റ്റം എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളുടെ വീട്ടിൽ ഡിമാൻഡ് ഇല്ലെങ്കിൽ നേരെ വോൾട്ടേജിനെ ഇച്ചിരി റേസ് ചെയ്ത് കൊടുക്കും. അങ്ങനെ ആകുമ്പോൾ തിരിച്ച് ഫ്ലോ വരുന്നത്. അപ്പൊ ഈ പറഞ്ഞേക്കുന്ന IEC 61720 എന്ന് പറഞ്ഞ ഒരു സ്റ്റാൻഡേർഡ് പ്രകാരം ഒരു ഇൻവെർട്ടർ എത്ര ശതമാനം THD പുറപ്പെടുവിക്കണം, ഇത്ര വോൾട്ടേജിൽ ഇത്ര ശതമാനം THD 5% താഴെ പാടുള്ളൂ ആ ഒരു സമയത്ത്. അപ്പൊ അതനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ ഇൻവെർട്ടർ മാനുഫാക്ചേഴ്സ് ഫിൽട്ടർ കപ്പാസിറ്റേഴ്സ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പൊ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 272 അല്ലെങ്കിൽ 264 മണ്ടക്കോട്ട് പോകുമ്പോഴത്തേക്കിന് എന്ത് പറ്റും, കൂടുതലായിട്ടും ഉള്ള ട്രാൻസ്ഫോമറിനകത്തിലോട്ടായിരിക്കും കൂടുതലായിട്ടും എന്ത് പറ്റുന്നത്, ലോഡ് കയറാനായിട്ട് പോകാനായിട്ടുള്ള ചാൻസ് കൂടുതലുള്ള, അതായത് ഐലൻഡിന് പുറത്തോട്ട് പോകാനുള്ള ചാൻസ് കൂടുതലാവും ആ ഒരു സെനാരിയോയിൽ. അപ്പൊ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയും കൂടുതലായിട്ടുള്ള സിസ്റ്റത്തിനും വേണ്ടിയാണ് അവർ ഈ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നത്. ഈ കൂടുതലായിട്ടും വോൾട്ടേജിനെ റേസ് ചെയ്ത് കൊടുക്കാതെ, അതായത് ഒരു ഗ്രിഡിന് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടല്ലോ. ഇപ്പം നമ്മളിപ്പോ 3 ഫേസിന്റെ വരുമ്പോഴത്തേക്കിനും ഫേസ് ടു ഫേസ് വരുമ്പോഴത്തേക്കിനും ഒരു പർട്ടിക്കുലർ വോൾട്ടേജ്, സിംഗിൾ ഫേസ് ടു ന്യൂട്രൽ വരുമ്പോഴത്തേക്കിനും ഒരു പർട്ടിക്കുലർ വോൾട്ടേജ്, ആ ഒരു സ്റ്റാൻഡേർഡുകൾ ഉണ്ടല്ലോ. ആ സ്റ്റാൻഡേർഡ് പ്രകാരമാണ് ഇവർ ചെയ്തേക്കുന്നത് ഈ വാല്യൂ സെറ്റ് ചെയ്തേക്കുന്നത്. അതായത് കാലിബ്രേറ്റഡ് വാല്യൂ ആണ് അത് സെറ്റ് ചെയ്തേക്കുന്നത്. അതിന് മണ്ടക്കോട്ട് പെർമിസിബിൾ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ലൈനിന്റെ അൺബാലൻസിങ് സംഭവിക്കും.
ആ അൺബാലൻസിങ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പൊ 260 വന്നാൽ കട്ട് ഓഫ് ആവുകയാണെങ്കിൽ എപ്പോഴും 260 വരുമ്പോൾ നമ്മുടെ പ്രൊഡക്ഷൻ ഉണ്ടാവും ചെയ്യും. KSEB കൊടുക്കാനും പറ്റില്ല. KSEB കൊടുക്കാൻ പറ്റില്ല. പിന്നെ അത് റീസ്റ്റാർട്ട് ചെയ്യും, സോഫ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ അത് ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഇപ്പോഴത്തെ ഇൻവെർട്ടറുകളെല്ലാം കാസ്കേഡ് ആയതുകൊണ്ട് തന്നെ ഒന്ന് ഓഫ് ഫസ്റ്റ് ചെക്ക് ചെയ്യും, വോൾട്ടേജ് വന്നിട്ട് ഇവൻ പെയ്യെ നോക്കും. റെസിസ്റ്റൻസ് വരുന്നതിനനുസരിച്ച് ഇവൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വോൾട്ടേജിനെ അപ്പാക്കി കൊടുക്കും. അങ്ങനെ വരുമ്പോഴത്തേക്കിന് 262 വരുമ്പോഴത്തേക്കിന് എന്ത് ചെയ്യും, സിസ്റ്റം ഓവർ വോൾട്ടേജ് അടിച്ച് ഓഫ് ആയി കഴിയുമ്പോഴത്തേക്കിന് പിന്നെ 60 സെക്കൻഡ് കഴിയുമ്പോൾ റീസ്റ്റാർട്ട് സോഫ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് പ്രൊഡക്ഷൻ കയറി വരും. അപ്പോഴും ഈ പറഞ്ഞ റെസിസ്റ്റൻസ് അന്നേരവും നിൽക്കുന്നുണ്ടെങ്കിൽ പിന്നെയും ഓഫ് ആവും. അങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അതെപ്പോഴും സംഭവിക്കില്ലേ? ഇതിപ്പോ സംഭവിച്ചു കഴിയുമ്പോഴത്തേക്കിന് ചെക്ക് ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നു ആദ്യം. അങ്ങനെ എപ്പോഴും സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സംഭവിക്കുന്ന ചില ഏരിയകളിലായിരിക്കും അങ്ങനെ സംഭവിക്കുന്നത്. ഇത് കൂടുതൽ ഇല്ലാത്തൊരു ഏരിയയില് ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഒരു അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു അൺബാലൻസിങ് ആയിട്ടുള്ള ഒരു ലൈന്, അതായത് ഇപ്പൊ ഈ വെൽഡിംഗ് മെഷീനും മറ്റുള്ള കാര്യങ്ങളെല്ലാം അൺബാലൻസിങ് ആയിട്ട് കിടക്കുന്നുണ്ട്. അവിടെ എപ്പോഴും ഓവർ വോൾട്ടേജിന്റെ ഇഷ്യൂസ് വരും. ഓവർ വോൾട്ടേജ് വരും, അണ്ടർ വോൾട്ടേജും വരും. ട്രാൻസ്ഫോമറിൽ സെറ്റ് ചെയ്യാൻ പറ്റില്ല. അത് സെക്കൻഡറി ട്രാൻസ്ഫോമറിലൊന്നും അങ്ങനെ ഇത് ചെയ്യാനായിട്ടുള്ള ഇതില്ല. കാരണം ഒരു ഐലൻഡ് അല്ലേ. അതായത് നമ്മൾ ആന്റി ഐലൻഡിങ് എന്ന് ഈ പറഞ്ഞ സിസ്റ്റത്തിൽ ഒരു ഐലൻഡ് ആണ്. ഒരു ട്രാൻസ്ഫോമറിൽ നിന്ന് ഒരു സാധനം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോയിട്ട് ഒരു ഐലൻഡിൽ കൂടെ വരുവാണ്. ആ ഐലൻഡ് ഒരു ട്രാൻസ്ഫോമറിൽ നിന്ന് വിട്ടേക്കുന്ന ഒരു സാധനമാണ്. അപ്പൊ അവിടെ ആ ഐലൻഡിൽ തന്നെ ഇത് നിൽക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഫീസിബിലിറ്റി സ്റ്റഡി നടത്തുന്നത്. അപ്പൊ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ആ ഐലൻഡിനകത്തിൽ പവർ ക്വാളിറ്റി മോശം. ഇപ്പൊ നമ്മളിപ്പം ഒരു 3 ഫേസിനകത്തിൽ അൺബാലൻസിങ് ആയിട്ട് കൊടുക്കുന്നത്, നമ്മളൊരു ത്രാസ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ത്രാസ് തുല്യമല്ല, ഒരിടത്ത് കൂടുതലാണെങ്കിൽ പോലും അതെന്ത് അതിന്റെ ഒരു എഫക്റ്റ് വരും. ഇപ്പൊ ഒരു കടയിൽ പോയിട്ട് നമ്മളിപ്പോ ഒരു 1 കിലോ അരി മേടിക്കുക. ആ 1 കിലോ അരിക്ക് ഇപ്പുറത്തെ ത്രാസ് നിന്നിട്ട് കടക്കാരൻ പറഞ്ഞ് 1 കിലോ എന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കും. ആ 1 കിലോയ്ക്ക് ആ 1 കിലോയായിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റി വേണം, അതായത് പവർ ക്വാളിറ്റി വേണം. അപ്പൊ ആ ഒരു പവർ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഇപ്പൊ ചിലയിടത്ത് വെൽഡിംഗ് മെഷീൻ ഒക്കെ പ്രവർത്തിക്കുന്നിടത്ത് ഭയങ്കരമായിട്ടും വോൾട്ടേജ് ഡൗൺ ആവും. ഭയങ്കരമായിട്ടും ഈ പറഞ്ഞ ഹെവി എക്യുപ്മെന്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നിടത്തൊക്കെ വരും. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ KSEB തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ അത് ലോഡിനെ ബാലൻസ് ചെയ്യാൻ അങ്ങനെയൊക്കെയാണ് പൊതുവെ വരുന്നത്. ഫേസ് അൺബാലൻസ് ആവുന്നുണ്ടല്ലേ കൂടുതലും പ്രോബ്ലം വരുന്നത്. ഫേസ് അൺബാലൻസ് ആവും, അതായത് ലോഡിന്റെ അൺബാലൻസ് വരും. ഇപ്പൊ എല്ലാരും വീട്ടിൽ, അതുകൊണ്ട് തന്നെ KSEB നേരത്തെ പറഞ്ഞ വീട്ടിൽ ഈ റോട്ടാ സ്വിച്ച് വെക്കരുത്, അതായത് നമ്മളുടെ ഫേസ് സെലക്ടർ വെക്കരുത് എന്നുള്ളൊരു നേരത്തെ ഒരു സർക്കുലർ ഇറക്കിയായിരുന്നു. ഹലോ. ഹലോ. ഞാൻ അല്പസമയം ക്ലാസ്സിൽ നിന്ന് വിട്ടുപോയി, അതുകൊണ്ട് ആരെങ്കിലും ചോദ്യം ചോദിച്ചോന്ന് അറിയില്ല. എന്റെ സംശയം സാർ പറഞ്ഞത് 2 സ്ട്രിങ്ങുകൾ തമ്മിൽ 2 രീതിയിൽ, അതായത് 2 പാനലിന്റെ നമ്പേഴ്സ്, അതായത് വോൾട്ടേജിൽ വേരിയേഷൻ വരുന്ന രീതിയിൽ കണക്ട് ചെയ്താൽ അതിന്റെ എഫിഷ്യൻസി കുറയുമെന്ന് പറഞ്ഞു. അപ്പോ ഈ 2 സ്ട്രിങ്ങും ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതല്ലേ? അപ്പോ അത് അതായത് ഇൻഡിപെൻഡന്റ് സർക്കുലേറ്റിംഗ് കറണ്ട് എന്ന് പറഞ്ഞാൽ, അതായത് ഇപ്പൊ ഒരു പാനലിന്റെ ഇപ്പൊ ഒരു സ്ട്രിങ് നമ്മൾ കണക്ട് ചെയ്യാന്ന് വിചാരിക്കുക. അപ്പൊ അതിനകത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം ഒരു പാനലിനകത്തിൽ നല്ല ഷെയ്ഡ് ഉണ്ടെന്ന് വിചാരിക്കുക. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഞാൻ മൈക്ക് ഓഫ് ചെയ്താ കേൾക്കാം. ഓക്കെ. ആ ഒരു സ്ട്രിങ്ങിൽ നമ്മളിപ്പോ ഒരു പാനലിനകത്തില് ഓവറോൾ ഇപ്പൊ നമുക്കറിയാം ഒരു 5 പാനൽ എടുക്കുക, അല്ലെങ്കിൽ ഒരു 10 പാനൽ എടുക്കുക. ആ 10 പാനലിൽ നമ്മൾ സീരിയസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുമ്പോഴത്തേക്കിന് എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തിൽ ഏതെങ്കിലും ഒരു പാനലിനകത്തിൽ ഷെയ്ഡ് വീണെന്ന് വിചാരിക്കുക. ആ ഒരു പാനലിന്റെ ഇതിൽ ഷെയ്ഡ് വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ ഓവറോൾ ഇപ്പോഴത്തെ സിസ്റ്റം വെച്ചിട്ട് ഇപ്പൊ എല്ലാവരും യൂസ് ചെയ്യുന്ന ഹാഫ് കട്ടും മറ്റുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ ആ ഒരു പർട്ടിക്കുലർ സ്ട്രിങ്ങിനെ മൊത്തത്തിൽ ഇത് ബാധിക്കും. ഓക്കെ. അപ്പൊ മൈക്രോ ഇൻവേർട്ടേഴ്സ് ഒക്കെ ആകുമ്പോഴത്തേക്കിന് എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം വരുന്നില്ല. മൈക്രോ ഇൻവേർട്ടേഴ്സിന്റെ കേസിലാണ് ഈ പറഞ്ഞേക്കുന്ന കമ്പാരിസൺ വരുന്നത്. പിന്നെ ഓവറോൾ നമ്മളിപ്പോ ഒരു 5 കിലോ വാട്ട് സിസ്റ്റത്തിനകത്തിൽ 11 പാനലൊക്കെ വെച്ചിട്ട് ആൾക്കാർ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഓവറോൾ അതിനകത്തിൽ വലിയൊരു ഇഷ്യൂസ് വരുന്നില്ല. സർക്കുലേറ്റിംഗ് കറണ്ട് എന്ന് പറഞ്ഞൊരു ടേം വരുന്നുണ്ട്. പക്ഷെ അത് കൂടുതലും ഈ പറഞ്ഞേക്കുന്ന അതിനകത്തിലെ ഓൾറെഡി ഉള്ള ഒരു ഫിൽറ്റേഴ്സ് വെച്ചിട്ട് ആ ഒരു ഇഷ്യൂസ് മറികടക്കുന്നുണ്ട്.
അങ്ങനെ വലിയ ഇഷ്യൂസ് വരുന്നില്ല. ഇപ്പൊ ഡ്യുവൽ MPPT ആയിരിക്കും വരുന്നത്, സിംഗിൾ MPPT വരുന്നതുകൊണ്ട് ഡ്യുവൽ MPPT വരുന്നത്. ഇപ്പൊ ഈ പറഞ്ഞ സ്ട്രിങ് അൺബാലൻസിങ് വരുന്നത് മൊത്തം ഇപ്പൊ 2 സ്ട്രിങ് ഉണ്ടെങ്കിലാണ് ഈ പറഞ്ഞിരിക്കുന്ന അൺബാലൻസിങ് വരുന്നത്. അതെ 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 അതെ, മൊത്തത്തില്. കാരണം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 സ്റ്റേജ് കൺവേർട്ടർ ആണ് വരുന്നത്. 3 സ്റ്റേജ് ബൂസ്റ്റും പിന്നെ 3 ഫേസ് 3 സ്റ്റേജ് ആണ് വരുന്നത് ഇതിന്റെ ടോപ്പോളജി വരുന്നത്. ആ ഒരു സിസ്റ്റത്തിലാണ് ഇപ്പൊ ഇത് വരുന്നത്. നമ്മളിപ്പോ ഈ 2 MPPT ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും ഇപ്പൊ നമ്മളിപ്പോ ഒരു ഓൺ ഗ്രിഡിന്റെ ടോപ്പോളജി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ 3 സ്റ്റേജോ PCCയോ അങ്ങനെയുള്ള കുറെ ഒരു മൾട്ടിപ്പിൾ ടോപ്പോളജി ഉണ്ട്. അപ്പോൾ ഓരോ ഇൻവെർട്ടറിന്റെ ടോപ്പോളജിയെ നമ്മൾ എന്ത് ചെയ്യും, അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും എന്ത് വരുന്നത്, ഈ പറഞ്ഞ എഫിഷ്യൻസി അവര് നോക്കുന്നത്. അതിപ്പോ ഈ ഇൻവെർട്ടർ ഓരോ പർട്ടിക്കുലർ ഇൻവെർട്ടേഴ്സ്, ചില ഇൻവെർട്ടേഴ്സിന്റെ ഇതിനകത്തിൽ അവർ അതിന്റെ ഒരു കോൺഫിഗറേഷനും മറ്റുള്ള കാര്യങ്ങളും പറയും. അങ്ങനെയാണ് പൊതുവെ വരുന്നത്. പിന്നെ നമുക്ക് ഈ പറഞ്ഞേക്കുന്ന കൊച്ചു സിസ്റ്റത്തിനകത്തിൽ അതൊരു വലിയൊരു ഫാക്റ്റ് ആയിട്ട് വരുത്തില്ല. കാരണം സാർ പറയുന്നത് മൈക്രോ ഇൻവെർട്ടറിലാണ് ഈ പ്രശ്നം കൂടുതലായിട്ട് വരുന്നത്. സാധാരണ മൈക്രോ ഇൻവെർട്ടറിനകത്തിലേ വരത്തില്ല, സ്ട്രിങ് ഇൻവെർട്ടറിനകത്തിലേ വരുന്നത്. മൈക്രോ ഇൻവെർട്ടറിനകത്ത് ഈ ഒരു ഇതില്ലല്ലോ, സ്ട്രിങ് ഇല്ലല്ലോ മൈക്രോ ഇൻവെർട്ടേഴ്സിനകത്ത്. അപ്പൊ സ്ട്രിങ് ഇൻവെർട്ടറിൽ ഇപ്പോ 5 കിലോവാട്ടിന് 11 പാനലും 13 പാനലും അത് അതിന്റെ ഇതുപോലെ ചില സമയത്ത് വെക്കേണ്ടി വരുന്നുണ്ട്, കോസ്റ്റിനെ ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ വരുമ്പോഴാണ് സാർ പറയുന്നത് എഫിഷ്യൻസി കുറയും എന്ന് പറയുന്നത്. എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കിന് 2 കാര്യം വെച്ചിട്ടാണ് നമ്മൾ എഫിഷ്യൻസിയെ തൂക്കുന്നത്. ഒന്നും നമ്മുടെ ഇഷ്ടപ്പെട്ടെന്നുള്ളത്. ഇപ്പൊ ഒരു വലിയ നമുക്കിപ്പോ ഈ ഒരു 5 കിലോവാട്ട് സിസ്റ്റം എടുത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്ന ചിലപ്പോൾ 1 യൂണിറ്റ് 1/2 യൂണിറ്റ് അത് പർട്ടിക്കുലർ ചില സമയങ്ങളിലാണ് വരുന്നത്. എപ്പോഴും അത് വരണമെന്ന് നിർബന്ധമില്ല. അപ്പൊ നമ്മളിപ്പോ പൈസ വെച്ച് നോക്കുമ്പോഴത്തേക്കിന് നമുക്ക് ഏറ്റവും അങ്ങനെ നമ്മൾ സ്കിപ്പ് ചെയ്ത് വിടേണ്ട കുറച്ച് ടെക്നിക്കലായിട്ടുള്ള ഡിസൈനുകളിൽ നമ്മൾ സ്കിപ്പ് ചെയ്ത് വിടുന്ന കുറെ കാര്യങ്ങളുണ്ട്. അങ്ങനെ ഇതും വരത്തുള്ളൂ. നമുക്കിപ്പം മാർക്കറ്റിൽ ഇപ്പൊ നമ്മൾ 14, ഇപ്പം ഞാൻ ഇനി റിയാലിറ്റി പറയാം, ടെക്നിക്കലായിട്ടല്ല റിയാലിറ്റി പറയാം. ഇന്ന് നമുക്കിപ്പം 14 എണ്ണം വെച്ചിട്ട് ഞാൻ ചെയ്യത്തുള്ളൂ എന്നൊരു കസ്റ്റമറിന്റെ അടുക്ക പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമർ ഇന്നൊരിക്കലും ഒരു ടെക്നിക്കൽ നോളജ് വെച്ചിട്ട് ഒരു വർക്ക് കൊടുക്കുന്നത്. ഇന്നിപ്പോ എല്ലാം വരുന്ന റേറ്റിന്റെ ബേസിലാണ് എല്ലാവരും ഇന്ന് വർക്ക് കൊടുക്കൊണ്ടിരിക്കുന്നത്. ടെക്നിക്കൽ നോളജ് വെച്ച് കൊടുക്കുന്ന കസ്റ്റമേഴ്സ് ഒക്കെ ഓൾമോസ്റ്റ് ചെയ്തു പോയി കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. ഇനിയിപ്പോ മൊത്തം വരുന്നത് കാരണം മാർക്കറ്റ് ഓൾറെഡി എക്സ്പാൻഡ് ആയി. ഇനി ടെക്നിക്കൽ നോളജിന് ഉപരി കോസ്റ്റും വലിയൊരു ഘടകമായിരിക്കും. അപ്പം എല്ലാരും വരുമ്പോഴത്തേക്കിന് 13 പാനൽ വെച്ച് കൊടുക്കാൻ 5 പേര് നിൽക്കുന്നു. 14 പാനലുമായിട്ട് ഞാൻ മാറി നിൽക്കുക. 14 പാനൽ വെച്ച് ചെയ്യത്തുള്ളൂ. സാറിന്റെ 1 യൂണിറ്റ് പോകും. 1 യൂണിറ്റിന് 3 രൂപ വെച്ച് അയാൾ കൂട്ടും. 3 രൂപ വെച്ച് കൂട്ടി കഴിയുമ്പോഴത്തേക്കിന് 1 വർഷം അയാൾക്ക് എത്ര രൂപ ആകും? 5 വർഷം ആകുമ്പോഴത്തേക്കിന് എത്ര രൂപ? അങ്ങനെ അയാൾ ചിന്തിക്കും. ആ ഒരു ലെവലിലോട്ട് വരെ കസ്റ്റമർ എത്തിയിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ട്. നമ്മൾ അതിനകത്ത് പോയിട്ട് കാര്യമില്ല. കോമ്പറ്റീഷന് വരുന്ന ഏതാണോ അത് ഈ 5 കിലോട്ട് 10 കിലോട്ട് വരെയുള്ള സിസ്റ്റങ്ങൾക്ക് നമുക്ക് ഈ ഒരു വലിയൊരു എഫിഷ്യൻസി വലിയൊരു ബാധകവും അല്ല, വലിയൊരു ഇതുമല്ല. സർക്കുലേറ്റിംഗ് കറണ്ട് പറഞ്ഞല്ലോ, അതൊന്നും കൂടി വിശദീകരിക്കാമോ? ഈ സർക്കുലേറ്റിംഗ് കറണ്ട് എന്ന് പറഞ്ഞത് എന്താന്ന് എനിക്കൊന്ന് ക്ലിയർ ആയില്ല. ഒരു അഡീഷണൽ ക്വസ്റ്റ്യൻ കൂടി അതിന്റെ കൂടെ ചോദിക്കുകയാണെ. സർക്കുലേറ്റിംഗ് കറണ്ട് നമുക്ക് റെസ്ട്രിക്ട് ചെയ്യാൻ ഒരു ഡയോഡ് സിമ്പിൾ ആയിട്ട് വെച്ചാൽ പോലെ. ഓൾറെഡി ഇപ്പൊ നമുക്ക് വരുമ്പോഴത്തേക്കിന് ഓൾറെഡി ഇപ്പൊ ഈ പറഞ്ഞേക്കുന്ന കാര്യങ്ങളെല്ലാം ഈ പറഞ്ഞേക്കുന്ന പൊതുവെ വരുന്ന കംപ്ലൈൻസുകളെല്ലാം റെക്ടിഫൈ ചെയ്യത്തക്ക രീതിയിലുള്ള PCC ഫിൽട്ടേഴ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻവെർട്ടേഴ്സിനകത്തിൽ ഡിസൈൻ ചെയ്യുന്നത്. അതാത് ഇൻവെർട്ടർ ഇപ്പൊ നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം, പണ്ട് SMA ഇൻവെർട്ടേഴ്സ് യൂസ് ചെയ്തവരും ഇപ്പം അതായത് ജർമ്മൻ ഇൻവെർട്ടേഴ്സ് യൂസ് ചെയ്യുന്നു, പിന്നെ ഇപ്പൊ ചൈനയുടെ ഇൻവെർട്ടേഴ്സ് യൂസ് ചെയ്യുന്നതും തമ്മിൽ ഇപ്പൊ കോമൺ ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഈ പറഞ്ഞേക്കുന്നതിന്റെ വ്യത്യാസം ഭയങ്കരമായിട്ട് അറിയാം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഈ സ്ട്രിങ്ങുകൾ അൺബാലൻസിങ് ആണെങ്കിൽ എന്ത് പറ്റും, THD ഭയങ്കരമായിട്ട് കയറും. അതായത് ഭയങ്കരമായിട്ടും ഹാർമോണിക്സ് ഡിസ്ട്രോഷൻ കൂടുകയും DC ഇൻജക്ഷൻ അതിൽ ചെറുതായിട്ട് വേരിയേഷൻ കാണിക്കുകയും ചെയ്യും. ഇപ്പോഴെല്ലാം നേരത്തെ ഈ പറഞ്ഞ SMA ഒക്കെ യൂസ് ചെയ്തവർക്ക് അറിയാം. അപ്പൊ ഈ സോളാർ എനർജി യൂസ് ചെയ്യുന്നവർക്കും ഒരു പരിധി വരെ ഈ പറഞ്ഞ കാര്യം അറിയാം. അപ്പൊ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളിപ്പോ ഈ പറഞ്ഞേക്കുന്ന ചൈന ഇൻവേർട്ടേഴ്സിൽ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ വരുന്ന പുതിയ ഇൻവേർട്ടേഴ്സ് കാസ്കേഡ് ഇൻവേർട്ടേഴ്സുകളിൽ ഫിൽട്ടേഴ്സിന്റെ അതായത് അവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞേക്കുന്ന ഡിസ്ട്രോഷൻസിനെ ഡിവൈഡ് ചെയ്ത് കളയാനും കുറയ്ക്കാനുമായിട്ട് ഫിൽട്ടേഴ്സ് കൂടുതലായിട്ടും ഫിൽട്ടേഴ്സും അതിന് വേണ്ട റിഡക്ഷൻ സർക്യൂട്ട്സുകളും കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു പരിധി വരെ
ഇപ്പൊ ഈ പറഞ്ഞേക്കുന്ന കൊച്ചു സിസ്റ്റങ്ങളിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അങ്ങനെ വലുതായിട്ട് PhDയുടെ ഇഷ്യൂസോ മറ്റുള്ള കാര്യങ്ങളോ ഈ പറഞ്ഞ അൺബാലൻസിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇവരിത് ഫേസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മഴക്കാർ അങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കിന് ഇത് ടെസ്റ്റിങ്ങിന് പോയവർക്കറിയാം. ടെക്നിക്കലായിട്ടുള്ള ഇതിപ്പം വെച്ചിട്ട് ഇപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു അത്യാവശ്യം നല്ലൊരു മഴക്കാറുള്ള സമയത്ത് നിങ്ങളൊരു ടെസ്റ്റിങ്ങിന് പോവാണ്, നിങ്ങൾക്ക് വേണ്ട പ്രൊഡക്ഷൻ ഇല്ല. ആ സമയത്ത് നിങ്ങൾ കാണുന്ന എന്ത് റിസൾട്ടാന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം വന്നിട്ടുണ്ടോ? അതായത് ഒരു മഴക്കാറുള്ള ഒരു സമയത്ത് പോയി നിങ്ങൾ ഇത് ചെയ്തിട്ടുണ്ടോ? മഴക്കാരുള്ള സമയത്താണെങ്കിൽ ചില സമയത്ത് ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാറുണ്ട്. ചെയ്യാൻ പറ്റില്ല എന്നല്ല, ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. ടെസ്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ മഴക്കാറുള്ള സമയത്ത് ചെയ്തിട്ടില്ല. ചെയ്തിട്ടില്ല. ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ മഴക്കാറുള്ള സമയത്ത്? ഈ പറഞ്ഞ കേട്ടോണ്ടിരിക്കുന്നവരാരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ടെസ്റ്റിംഗ് ആണോ? ടെസ്റ്റിംഗ് നമ്മളൊരു ലോ വോൾട്ടേജ് ചെയ്താൽ മിക്കവാറും ഹാർമോണിക്സ് കൂടുതലേ കിട്ടത്തുള്ളൂ. അതിന് കാരണം എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ നിങ്ങൾ KSEB-യിൽ? ഏതാ അതിന് കാരണം എന്താന്നുള്ള കാര്യം നമ്മൾ ഇപ്പൊ KSEB ഇപ്പൊ ടെസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ PhD ഇത്ര ആകണം, വാല്യൂ ഇത്ര ആകണം എന്നുള്ളതായിരിക്കത്തില്ലേ? അതെ. ഇപ്പോ ജനറേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ടോട്ടൽ പവർ പ്ലാന്റിന്റെ ജനറേഷൻ ആൾമോസ്റ്റ് 50 to 60% ഉണ്ടെങ്കിൽ നമുക്ക് ഹാർമോണിക്സ് ബിലോ 5% കിട്ടത്തുള്ളൂ. അപ്പൊ ജനറേഷൻ ഒരു 5 കിലോവാട്ട് സിസ്റ്റം വെച്ചിട്ട് 5000 വാട്ട്സിന്റെ പാനലുണ്ട്. നമുക്ക് ജനറേഷൻ 1500 അല്ലെങ്കിൽ ക്ലൗഡി കണ്ടീഷനോ അല്ലെങ്കിൽ ഈവനിങ് ടൈമിലോ എടുത്താല് നമുക്ക് ഒരു കാരണവശാലും PhD 5 കിട്ടത്തില്ല. അപ്പൊ അതിന് പറയുന്നതാണ് പ്രപ്പോർഷൻ എന്ന് പറയും. അതെ. പ്രപ്പോർഷൻ, അതായത് നമുക്കിപ്പോ സർക്കുലേറ്റിംഗ് കറണ്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജും അതിന്റെ സീരീസ് ചെയ്ത ഇമ്പിഡൻസും വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സർക്കുലേറ്റിംഗ് കറണ്ട് വരുന്നത്. അപ്പൊ നമ്മൾ ഒരു സീരീസിൽ കൊടുത്തേക്കുവാണ്, നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ഇത് കിട്ടുന്നില്ലെങ്കിൽ അവിടെ എന്ത് ചെയ്യും, സർക്കുലേറ്റിംഗ് കറണ്ട് കൂടുതലായിരിക്കും. ഈ ഓപ്പൺ അതായത് നിങ്ങൾക്ക് ഇപ്പൊ ഈ ഫേസ് ചെയ്തേക്കുന്ന ഒരു ഇഷ്യൂ ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഹാർമോണിക്സ് കൂടാൻ കാര്യം എന്തുവാണ്? ഹാർമോണിക്സ് കൂടാനായിട്ട് ഇപ്പം ഡിഫറെന്റ് ഫാക്ടേഴ്സ്. ഒന്ന് ജനറേഷൻ ലോ ഉണ്ടാവാം, ജനറേഷൻ ലോ കാരണം ഹാർമോണിക്സ് കൂടുവോ? പിന്നെ സെക്കൻഡ് തിങ് ജനറേഷൻ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പറയട്ടെ, KSEB ടെസ്റ്റ് ചെയ്തിട്ട് പോവാണ്. KSEB എല്ലാം ടെസ്റ്റ് ചെയ്തു, നിങ്ങളുടെ സിസ്റ്റം 5 കിലോവാട്ടിലിട്ട് KSEB ടെസ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. 5 കിലോവാട്ടിലിട്ട് ടെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് THD 5% താഴെയാണ്. 5% താഴെയായിട്ട് നിങ്ങൾക്ക് ഒരു സിസ്റ്റം തന്നിരിക്കുമ്പോൾ അത് ഇവര് പോയി കഴിഞ്ഞാലും ഈ പറഞ്ഞേക്കുന്ന THD തന്നെ നിങ്ങൾക്ക് എല്ലാ ദിവസവും കിട്ടുമെന്ന് നിർബന്ധമുണ്ട്. നമ്മൾ പിന്നെ ആരും അതിനെപ്പറ്റി ബോധേഡല്ലോ. നമുക്ക് എന്താ ബോധേഡല്ല, അതാണ് പവർ ക്വാളിറ്റിയെ ഞാൻ ഇത് ടെസ്റ്റ് ചെയ്ത് സർട്ടിഫിക്കറ്റ് കസ്റ്റമർക്ക് നെറ്റ് മീറ്റർ വെച്ച് കൊടുക്കുക. പിന്നെ ആരാണ് ഡെയിലി ഇത് ചെക്ക് ചെയ്യാൻ പോകുന്നത്? ഈ ഒരു സേഫ് ഇത് തന്നെയാണ്. നമ്മളിപ്പം കൂടുതലും നമ്മൾ ഡീപ്പായിട്ട് പഠിക്കുമ്പോഴും പല കാര്യങ്ങളും നമുക്ക് ഈ പറഞ്ഞേക്കുന്നത്, ഇപ്പൊ നമ്മൾ ഒന്നാമത്തെ കാര്യം ഈ ഓൺ ഗ്രിഡിനകത്ത് ഇമ്പിഡൻസ് മാച്ചിങ് ആണ് വരുന്നത്. അപ്പൊ ഈ പറഞ്ഞേക്കുന്ന VOC, ഈ പറഞ്ഞേക്കുന്ന ഇമ്പിഡൻസ്, അതായത് ട്രാൻസ്ഫോമറിൽ ഇപ്പൊ നമ്മൾ വെക്കുന്നതൊന്നും ഇതാ വരുന്നത്, എന്താ ട്രാൻസ്ഫോമർലെസ് ഇൻവെർട്ടേഴ്സാണ് വെക്കുന്നത്. നേരത്തെ ആകുമ്പോൾ ഗാൽവനിക് ഐസൊലേഷൻ ഉള്ള ട്രാൻസ്ഫോമേഴ്സ്, അതായത് ട്രാൻസ്ഫോമർ ഉള്ള ടൈപ്പ് വരുന്നത്. ഇപ്പൊ സോളാർ എഡ്ജിന്റെ ഒക്കെ പണി ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു ഐസൊലേഷൻ ട്രാൻസ്ഫോമർ സെപ്പറേറ്റ് വെക്കും. KSEB-യിലൊക്കെ സബ്സ്റ്റേഷൻസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കിന് നമ്മൾ സെപ്പറേറ്റ് എന്ത് ചെയ്യും, ഒരു ഐസൊലേഷൻ ട്രാൻസ്ഫോമർ വെക്കും. അപ്പൊ അതുകൊണ്ട് എന്ത് പറ്റും, DC ഇഞ്ചക്ഷൻ ഒന്നും നമുക്ക് അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും വരുന്നില്ല. ഈ പറഞ്ഞ ഹാർമോണിക്സിന്റെ ഇഷ്യൂസും ഈ പറഞ്ഞ ട്രാൻസ്ഫോമർലെസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറ്റും, ഈ വോൾട്ടേജിന്റെ അൺബാലൻസിങ് കാരണം നമുക്ക് ഈ പറഞ്ഞേക്കുന്ന ഇമ്പിഡൻസിനകത്തിൽ ഉള്ള പ്രപ്പോർഷൻ കുറയുകയും അത് കാരണം സർക്കുലേറ്റിംഗ് കറണ്ട് വരികയും ചെയ്യും. അരുൺ സാറേ, ഞാനൊരു പോയിന്റ് സജസ്റ്റ് ചെയ്തോട്ടെ? നമുക്കിപ്പോ ഒരു വലിയ പ്ലാന്റ്, അതായത് ഒരു 50 കിലോവാട്ട് ഒക്കെ വയ്ക്കേണ്ട സ്ഥലത്തൊക്കെയാണെങ്കിൽ നമുക്ക് നോക്കാം, ഐസൊലേഷൻ ട്രാൻസ്ഫോമർ നോക്കാം. അതേസമയം ഒരു സാധാരണ ഒരു ഡൊമസ്റ്റിക് കസ്റ്റമറുടെ വീട്ടിൽ വയ്ക്കുന്നത് 3 അല്ലെങ്കിൽ 5 ആയിരിക്കും കൂടുതലും വരുന്നത്. അവിടെ നിന്നും ഈ ഐസൊലേഷൻ ട്രാൻസ്ഫോമർ ഓൾറെഡി അത് തന്നെ പറഞ്ഞല്ലോ. ഞാൻ അത് തന്നെ പറഞ്ഞത്. നമുക്കിപ്പോ സാധാരണപ്പെട്ട ഒരു കസ്റ്റമറിന് എടുക്കാൻ ചെന്ന് നോക്കുമ്പോൾ ഇതൊന്നും പറയേണ്ട കാര്യമില്ല. നമുക്ക് വെക്കുക, ഇപ്പൊ സാധാരണപ്പെട്ടവൻ 5000 രൂപ ബില്ല് വരുന്നവനായിരിക്കും വെക്കുന്നത്. 18,000 രൂപ 20,000 രൂപ ഉള്ള ഇൻവെർട്ടർ വെക്കുമ്പോൾ
3 കിലോ വാട്ടിന്റെ ഒരു ഇൻവെർട്ടറിന് ഒരു 20,000 രൂപ അല്ലെ ഒരു 18,000 രൂപയാന്ന് വിചാരിക്കും. ആ 18,000 രൂപ വെക്കുമ്പോഴത്തേക്കിന് 36,000 രൂപ കൊടുത്തുള്ള നമ്മളൊരു സാറേ ഒരു ഐസൊലേഷൻ ട്രാൻസ്ഫോമർ കൂടെ വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. ഞാൻ ഇതിനകത്തിലെ ചെറിയ ടെക്നിക്കലായിട്ടുള്ള റിയൽ ഫാക്ട്സ് ആ പറഞ്ഞത്. എന്റെ അറിവിനകത്ത് നിൽക്കുന്ന കാര്യങ്ങളാ പറഞ്ഞത്. ഞാൻ പറഞ്ഞ മനസ്സിലായി. ഇങ്ങനെയും കുറെ ഘടകങ്ങളുണ്ട്. ഈ സിസ്റ്റത്തിനകത്ത് നിങ്ങൾക്ക് വോൾട്ടേജ് ഡൗൺ ആയി പോകുന്നതിനുള്ള കാര്യവും സിസ്റ്റത്തിനകത്തില് ചെറിയ അൺബാലൻസിങ് വരാനുള്ള കാര്യവും ഇതൊരിക്കലും KSEBക്ക് ഒരു ലൈനിൽ നോക്കിയിട്ട് അവിടെ നിന്നാണ് THD കൂടുതൽ വരുന്നത് കണ്ടുപിടിക്കാനുള്ള മെഷീൻ ഒന്നും KSEBയുടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല. അതുകൊണ്ട് കണ്ടുപിടിക്കാൻ നടക്കത്തുമില്ല. അപ്പം ഇതെല്ലാം സിസ്റ്റത്തിനകത്ത് വരുന്ന അൺബാലൻസിങ് ഈ പറഞ്ഞത് കാരണം ഈ പറഞ്ഞേക്കുന്നതിന്റെ എല്ലാ പവർ ക്വാളിറ്റിയുടെ ഭാഗമായിട്ടാണ് ഈ ട്രാൻസ്ഫോമേഴ്സ് എല്ലാം പോകുന്നതും അത് കാരണം നമുക്കും അതിനകത്ത് ചെറിയൊരു അടി കിട്ടുന്നതാണ് ഈ പറഞ്ഞേക്കുന്ന വോൾട്ടേജ് റേസ് ആകുന്നൊക്കെ ഇഷ്യൂസ് ഒക്കെ ഇങ്ങനെ കുറച്ച് വരുന്നത്. ഇതിനെപ്പറ്റി സത്യം പറഞ്ഞാൽ KSEBയിൽ ഒരു വിങ് തന്നെ നല്ല റിസർച്ച് നടത്തുന്നുണ്ട്. സാറേ സർക്കുലേറ്റിംഗ് കറണ്ട് എന്ന് പറഞ്ഞത് ഒന്നും കൂടി വിശദീകരിക്കാം. അത് മനസ്സിലായില്ല, അതെന്താണ് ഫാക്ടർ പറഞ്ഞത്? സർക്കുലേറ്റിംഗ് കറണ്ട് ആണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. നിങ്ങളുടെ THD അതായത് ഇപ്പൊ നമ്മുടെ ഈ ഓൺ ഗ്രിഡിന്റെ പ്രവർത്തനം എങ്ങനെയാണ് ഉള്ള കാര്യം അറിയാമോ? ഓൺ ഗ്രിഡിന്റെ എങ്ങനെയാണ് ഒരു ലൈനുമായിട്ട് ബന്ധിപ്പിക്കുന്നതെന്ന്, എങ്ങനെയാണ് നമ്മളിപ്പം ഒരു കാര്യം ഒരു ലൈനുമായിട്ട് ബന്ധിപ്പിച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ വൈദ്യുതി അങ്ങോട്ട് കടത്തിവിടുന്നതെന്ന് അറിയാമോ? അതായത് ലൈനിലുള്ള വോൾട്ടേജിനേക്കാൾ കൂടുതലായിരിക്കും നമ്മുടെ വോൾട്ടേജ് തിരിച്ചു കയറ്റി വിടുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും? തിരിച്ചു വിടുന്ന ലൈനിൽ തന്നെയുള്ള വോൾട്ടേജും ലൈനിൽ തന്നെയുള്ള ഫ്രീക്വൻസിയും ഫേസ് സീക്വൻസും അതേ ഒരു വോൾട്ടേജിന്റെ ഫ്രീക്വൻസി അത് സിങ്ക്രണൈസേഷൻ ആണ്. സിങ്ക്രണൈസേഷൻ ആണ്. ഈ ഇൻവെർട്ടർ എന്താണ് സെൻസ് ചെയ്യുന്നത്? ഇൻവെർട്ടർ ഒരു സാധനത്തിനെ ചുമ്മാ അങ്ങ് എടുത്ത് ഒഴുക്കി വിടും. ഇൻവെർട്ടർ ഒരു സാധനം ഇപ്പൊ ഈ നമ്മുടെ ഈ ഇൻവെർട്ടർ ഓൺ ഗ്രിഡ് ഇൻവെർട്ടർ എന്ന് പറയുന്ന സാധനം എങ്ങനെയാണ് ഒരു സാധനത്തിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു ലൈനിലോട്ട് കടത്തി വിടാനായിട്ട് അവിടെ ഈ വോൾട്ടേജ് മാത്രം നോക്കിക്കൊണ്ട് നമുക്ക് കടത്തി വിടാൻ പറ്റും? ഇല്ല, പറ്റില്ല. അതിന്റെ എല്ലാ എന്തൊക്കെ ഘടകങ്ങളാണ് നമ്മൾ എടുക്കുന്നത്? ഇപ്പൊ ഈ പറഞ്ഞ ഘടകങ്ങളെല്ലാം നോക്കേണ്ടി വരും. ഈ ഫ്രീക്വൻസി വോൾട്ടേജ് അത് സിങ്ക്രണൈസേഷൻ ആണ്. അതായത് വോൾട്ടേജ് എന്ന് പറയുന്നത് സിങ്ക്രണൈസേഷൻ ആണ്. ഫ്രീക്വൻസി അതെല്ലാം ഫേസ് ഇൻവെർട്ടറിന്റെ അതായത് സിങ്ക്രണൈസേഷൻ ചെയ്യാനുള്ള പാരാമീറ്റേഴ്സ് ആണ്. അതെ, നമ്മൾ ഒരു ലൈനിലോട്ട് ഒരു സാധനത്തിനെ അങ്ങോട്ട് തിരിച്ചു വിടുക. എനിക്ക് അവിടെ അതിനേക്കാളും കൂടുതലായിരിക്കണം. അതെ, അതായത് ഞാൻ പറയട്ടെ, ഇപ്പൊ നമ്മുടെ വീട്ടിലെ ലോഡ് കുറവാകുമ്പോഴാണ് നിങ്ങളിപ്പം പറഞ്ഞു മനസ്സിലാക്കാൻ എന്റെ വീട്ടിലെ ലോഡ് കുറയുമ്പോൾ മെച്ചമുള്ള വൈദ്യുതി അങ്ങോട്ട് പോകും. അതെ, ഈ ഇൻവെർട്ടർ എങ്ങനെ മനസ്സിലാക്കും മെച്ചമുള്ള വൈദ്യുതി ഉണ്ടെന്ന്? ലൈനിൽ എങ്ങനെ കിടക്കുന്നെന്ന് അറിയില്ല. അപ്പൊ അതാണ് പ്രധാനപ്പെട്ട ഒരു ഘടകം. അതവിടാണ് ഇംപെഡൻസ് മാച്ചിങ് എന്നുള്ള കാര്യം വരുന്നത്. അതിനകത്തിലാണ് VOC ഇംപെഡൻസ് മാച്ചിങ്ങിന്റെ തമ്മിലുള്ള പ്രപ്പോർഷൻ കറക്റ്റ് ആകാത്ത ആ ഒരു സിറ്റുവേഷനിലാണ് ഈ പറഞ്ഞ സർക്കുലേറ്റിംഗ് കറണ്ട് വരുന്നത്. അതാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന THD മറ്റുള്ള കാര്യങ്ങൾ. അതായത് ഓൺ ഗ്രിഡ് ഇൻവെർട്ടറിന്റെ ഒരു ഇതിനാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. ഇപ്പൊ ക്ലിയർ ആയോ? ഇപ്പോഴും ക്ലിയർ ആയില്ല. സർക്കുലേറ്റിംഗ് കറണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് നോക്കിക്കൊണ്ട്, അതായത് ഒരു ഇൻവെർട്ടർ എങ്ങനെയാണ് ഒരു ഇൻവെർട്ടർ ഓൺ ഗ്രിഡ് ഇൻവെർട്ടർ ഞാൻ ഈ പറഞ്ഞ എങ്ങനെയാണ് ഒരു ഓൺ ഗ്രിഡ് ഇൻവെർട്ടർ, അതായത് നിങ്ങൾ പറയുമ്പോൾ മെച്ചമുള്ള വൈദ്യുതി തിരിച്ചു കയറിപ്പോ അതിന് ഈ പറഞ്ഞേക്കുന്ന ലൈനിന്റെ വോൾട്ടേജോ ഫ്രീക്വൻസിയോ നോക്കിയിട്ട് ഇൻവെർട്ടറിനെ അങ്ങോട്ട് തള്ളി വിടാൻ പറ്റത്തില്ല. ഇപ്പം വിടാൻ പറ്റുമോ? അപ്പൊ ലൈനിലുള്ള ഇംപെഡൻസും ലൈനിലെ ഇംപെഡൻസും കൂടി നോക്കിയിട്ട് അതിനേക്കാൾ എബോവ് ആയിട്ടുള്ള അതാ ഞാൻ പറഞ്ഞത്. ആ ഒരു അത് ഡീപ്പായിട്ടുണ്ട് ഉള്ള ഒരു കാര്യമാണ്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് നോക്കും. അത് നോക്കിയിട്ട് അതിനകത്തില് സർക്കുലേറ്റിംഗ് കറണ്ടിന് ഇപ്പൊ നിങ്ങൾക്ക് ഞാനൊരു പഠിക്കാൻ വേണ്ടിയുള്ള ഒരു ഇതാ പറഞ്ഞത്. ഇപ്പൊ ഞാൻ എന്ത് പറഞ്ഞത് ഞാൻ മനസ്സിലാകത്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഈ പറഞ്ഞേക്കുന്ന കാര്യം ആദ്യം നോക്കുക. അതായത് ഒരു ഓൺ ഗ്രിഡ് ഇൻവെർട്ടർ ഏത് ടോപ്പോളജിയിൽ വെച്ചിട്ട് എങ്ങനെയാണ് ഈ ലൈനിലോട്ട് തിരിച്ചിതിനെ കയറ്റി വിടുന്നത്. ആ കയറ്റി വിടുമ്പോഴത്തേക്കിന് അവൻ ചെക്ക് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. ആ കാര്യങ്ങളിൽ അപ്പം ആ ഒരു ഘടകം വരും. എന്തൊക്കെ കാര്യങ്ങളാണ് അവർക്ക് പ്രതികൂലമായിട്ട് ബാധിക്കുന്ന കാര്യമാണ് ഞാൻ ഈ പറഞ്ഞേക്കുന്ന സർക്കുലേറ്റിംഗ് കറണ്ട്. അത് എന്തെന്ന് നോക്കും. ഞാനല്ലാതെ എന്ത് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ സർക്കുലേറ്റിംഗ് കറണ്ട് ഇങ്ങനെയാണ് മറ്റേതാണ് മറ്റേതാണ്
അതെ, ഇതാണ് നമ്മൾ നേരത്തെ സ്റ്റാർട്ടിങ്ങിലും പറഞ്ഞ ആ ഇംപെഡൻസ് വാല്യൂ കുറയ്ക്കുന്നതിന് വേണ്ടി നമ്മള് ഗേജ് കൂടുതലുള്ള വയർ സർവീസ് വയർ ഉപയോഗിച്ച് നോക്കാം നമുക്ക്. സർക്കുലേറ്റിംഗ് കറണ്ട് സാധാരണ ഇലക്ട്രോണിക് സർക്യൂട്ടുകളൊക്കെ പഠിക്കുമ്പോൾ സർക്കുലേറ്റിംഗ് കറണ്ടിനെ പറ്റി പഠിക്കുന്നുണ്ട്. പക്ഷെ ഇവിടത്തെ അത് എന്താണെന്നാണ് ക്ലിയർ ആവാത്തത്. ഞാനൊരു ഇപ്പൊ സാർ പറയുന്നത് നമ്മുടെ ഇൻവെർട്ടറും ട്രാൻസ്ഫോമറും തമ്മിലുണ്ടാകുന്ന ഒരു സർക്കുലേറ്റിംഗ് കറണ്ടിനെ പറ്റിയാണോ സാർ? അതാണോ ഉദ്ദേശിച്ചത്? ട്രാൻസ്ഫോമറുമായിട്ട് ബന്ധം, അതായത് ട്രാൻസ്ഫോമറിനകത്തിൽ വരുന്ന ഒരു സർക്കുലേറ്റിംഗ് കറണ്ട് ഓൾറെഡി ഉണ്ട്. അപ്പൊ ഇത് ഇൻവേർട്ടറിനകത്തിലാണ് ആക്ച്വലി ഇതിപ്പോ എന്ത് വരുന്നത്, ഈ പറഞ്ഞേക്കുന്ന സർക്കുലേറ്റിംഗ് കറണ്ടിന്റെ ഒരു പ്രഭാവം ഇൻവേർട്ടറിനകത്തിലാണ് വരുന്നത്. അതായത് കൂടുതലായിട്ടും നമ്മൾ ഈ പറഞ്ഞേക്കുന്ന സർക്കുലേറ്റിംഗ് കറണ്ടിന്റെ നമ്മൾ പഠിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ടും ട്രാൻസ്ഫോമറുകളിൽ സർക്കുലേറ്റിംഗ് കറണ്ട് ഉണ്ടാകാറുണ്ട്. അതായത് ഇതൊരു പ്രപ്പോർഷന്റെ ബേസ് ചെയ്ത് വരുന്നതാണ് ഈ പറഞ്ഞ കാര്യം. അപ്പൊ അത് നമ്മളെ ഈ സിസ്റ്റത്തിനകത്തിൽ എങ്ങനെയാണ് ബാധിക്കുന്നത്, എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ല. കാരണം ഞാനിതിപ്പോ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇല്ലാതെ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഒരിക്കലും മനസ്സിലാകണമെന്നില്ല. അത് എന്തുവാന്നുള്ള രീതിയിലും എടുക്കാനും പറ്റത്തില്ല. അപ്പൊ അതിന്റെ ഒരു ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ നെറ്റിലൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഓൺ ഗ്രിഡിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു ഏത് പ്രക്രിയയിലൂടെയാണ് ഇതിപ്പം തിരിച്ച് വൈദ്യുതിയെ ഇഞ്ചക്ട് ചെയ്യുന്നതെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കും. അപ്പൊ അതിന്റെ ബേസിൽ അതിനെ കുറെ കാര്യങ്ങൾ പാരാമീറ്റേഴ്സ് പറയും. കുറെ പാരാമീറ്റേഴ്സ് ഉണ്ട്. ആ പാരാമീറ്റേഴ്സിനെ ബാധിക്കുന്ന കാര്യം എന്തെന്ന് നോക്കണം. എന്നിട്ട് നമ്മൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നായിട്ട് നമുക്ക് കാര്യം പെട്ടെന്ന് മനസ്സിലാകും. ഇനി സമയം തീരാറാകുന്നു. നമുക്ക് ഈ ഇന്നത്തെ സെഷനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്ന് പറയാമോ? മനോജ്, ഞാൻ ട്രിവാൻഡ്രത്തു വിളിക്കുന്നേ പറയുന്നത്. ഇവിടെ ഇന്നത്തെ സെക്ഷനെ കുറിച്ച് പറയണമെങ്കിൽ ടെക്നിക്കലായിട്ട് ഇൻഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാവുന്ന രീതിയിൽ അദ്ദേഹം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, താങ്ക് യു. അടുത്തൊരാൾക്കൂടെ പറയാം. ഞാൻ അമ്പത്തിലാണേ. ക്ലാസ് ഒക്കെ നന്നായിരുന്നു. ഒരൊറ്റ പോയിന്റ് എനിക്ക് പറയാനുള്ളത്, ഈ THD മെഷർമെന്റ് എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ ഒബ്ജക്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം THD ഒരിക്കലും പിന്നെ ഇൻവേർട്ടറിന്റെ മാത്രമായിട്ട് ഓൺ ഗ്രിഡിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. പിന്നെ എന്തിനാണ് ഈ THD മെഷർമെന്റ് എടുക്കുന്നത് എന്നുള്ളത് മനസ്സിലായിട്ടില്ല. ഒരു ജസ്റ്റ് ഒരു റെഫറൻസ് ആയിട്ട് പറഞ്ഞു. അതായത് THD എന്ന് പറയുന്ന കാര്യം സിമ്പിൾ ആണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മര്യാദക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു പുഴ, ആ പുഴയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കല്ലെടുത്തെറിയുന്നു, എന്താ പറ്റും? അവിടെ അല്ല, ഞാൻ എന്റെ ചോദ്യം THD മെഷർ ചെയ്യുന്നതിന്റെ സാങ്കത്യത്തിനെ പറ്റിയിട്ടാണ്. അതായത് ഓൾറെഡി നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു റെസിസ്റ്റീവ് ലോഡിലല്ലല്ലോ ഈ സാധനം ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ഇൻവെർട്ടർ ഉണ്ടാക്കുന്ന THD അതായത് ഇൻവെർട്ടർ ഉണ്ടാക്കുന്ന അങ്ങനെ ഒരു ഇഷ്യൂസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ KSEB ഫസ്റ്റ് ടെസ്റ്റിങ്, അതായത് നമ്മളുടെ KSEB ഈ പറഞ്ഞിരിക്കുന്ന സൗരോർജ്ജമായിട്ട് ബന്ധിപ്പിക്കുന്നതിന്റെ സമയത്ത് അതിന്റെ റെഗുലേഷൻ ഇറക്കുക. അതായത് നമ്മുടെ അനുബന്ധം 1 ഇറക്കുന്ന ഫസ്റ്റ് റെഗുലേഷൻ വരുമ്പോൾ ഒരു 4-5 വർഷം മുമ്പ് ഈ ഒരു ഇഷ്യൂസ് ഭയങ്കരമായിട്ട് വന്നു. അന്നൊക്കെ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്ന് കാലങ്ങളിൽ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞേക്കുന്ന SMA പോലുള്ള ഇൻവേർട്ടേഴ്സ് ആയിരുന്നു പൊതുവെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതിനെന്ന് പറഞ്ഞാൽ ഹാർമോണിക്സ് ഇച്ചിരി കൂടുതലേ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള സമയങ്ങളിൽ ജനറേറ്റർ കൊണ്ടുവന്നിട്ട് നമ്മൾ സിസ്റ്റത്തിനെ സിങ്ക്രണൈസ് ചെയ്യിപ്പിക്കും. ജനറേറ്റർ കൊണ്ടുവന്ന് സിങ്ക്രണൈസ് ചെയ്യിപ്പിച്ചിട്ട് എന്ത് ചെയ്യും, ഈ പറഞ്ഞേക്കുന്ന വാല്യൂസ് എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ഒക്കെ പണ്ട് കാലത്ത് വന്നിട്ടുണ്ട്. ഇപ്പം പിന്നെ ഓൾറെഡി ഇവർക്ക് അവെയർ ആയതുകൊണ്ട് ഇപ്പം പിന്നെ അങ്ങനെ വലിയ ഇഷ്യൂസ് ഒന്നും അങ്ങനെ വലിയ വരുന്നില്ല. അത്യാവശ്യം പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ ഇപ്പം ഇപ്പോഴത്തെ ഇൻവേർട്ടേഴ്സ് ഒന്നും വലിയ രീതിയിലുള്ള നമുക്ക് ഈ പറഞ്ഞേക്കുന്ന
THD ഒന്നും വലുതായിട്ട് തരത്തക്ക രീതിയിലുള്ള ഇൻവെർട്ടേഴ്സ് ഇല്ല. ഞാൻ പറഞ്ഞില്ല, ഈ IEC സ്റ്റാൻഡേർഡ് പ്രകാരമാണ് ഇപ്പൊ എല്ലാ ഇൻവെർട്ടേഴ്സും മാനുഫാക്ചർ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ നോക്കിയാൽ മതി. നിങ്ങൾ പ്രത്യേകം നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ സ്റ്റാൻഡേർഡ്, അതായത് ഈ പറഞ്ഞേക്കുന്ന IEC 61727. നമ്മളിപ്പോ ഒരു ടെക്നിക്കൽ ഒരു സ്പെക് എടുക്കുമ്പോഴത്തേക്കിന് ഇൻവെർട്ടറിന്റെ ഒരു നോക്കുന്ന നമ്മളൊരു പ്രധാന ഘടകം ഈ പറഞ്ഞതിനകത്തിൽ എന്ത് ചെയ്യും, ഈ THD 5% താഴെ ആകാവുള്ള ഒരു നിർബന്ധമുണ്ട് ഈ ഒരു സ്റ്റാൻഡേർഡിന്. അതാണ് ഈ പറഞ്ഞ ഇൻവെർട്ടറിന്റെ ടോപ്പോളജി ഡിസൈൻ ചെയ്യുന്നതിന്റെ, അതായത് ഓരോ ടോപ്പോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻവെർട്ടറിന്റെ പ്രവർത്തനത്തിന്റെ അത് ഓരോ കമ്പനികൾക്കും ഓരോ ടോപ്പോളജി ആയിരിക്കും, ഓരോ കമ്പനികൾക്കും ഓരോ അൽഗുരിതം ആയിരിക്കും. അപ്പൊ ഈ പറഞ്ഞേക്കുന്ന ഓരോ കമ്പനികളും ഓരോ സ്പെസിഫൈഡ് ആയിട്ട് അവരുടേതായ കുറെ പ്രത്യേകതകൾ ഈ ഇൻവെർട്ടറിനകത്തിൽ വെക്കും. എന്നിരുന്നാലും ഈ പറഞ്ഞേക്കുന്ന ടോപ്പോളജി സെയിം ആയിരിക്കും. അതായത് ഈ പറഞ്ഞ കൺവേർട്ടേഴ്സും 2 സ്റ്റേജ് ആണോ 4 സ്റ്റേജ് ആണോ കൺവേർട്ടേഴ്സ്, ഇപ്പൊ ഞാൻ ഈ പറഞ്ഞില്ലേ സർക്കുലേറ്റിംഗ് കറണ്ട്, ഈ പറഞ്ഞേക്കുന്ന 2 സ്റ്റേജ് കൺവേർട്ടേഴ്സിനകത്തിലൊക്കെ വരുന്ന ഒരു സിസ്റ്റം ഇതായത്, അതായത് അൺബാലൻസിങ് ആയിട്ടുള്ള ലോഡ് വരുമ്പോഴത്തേക്ക് ഈ 2 സ്റ്റേജും 3 സ്റ്റേജും കൺവേർട്ടറിനകത്തിൽ വരുന്ന ഒരു കംപ്ലൈന്റ് ആണ് ഈ പറഞ്ഞ സർക്കുലേറ്റിംഗ് കറണ്ട്. ഒരു ടേം ആയി പറഞ്ഞ സർക്കുലേറ്റിംഗ് കറണ്ട്. അപ്പൊ ഈ പറഞ്ഞേക്കുന്ന പല കൺവേർട്ടേഴ്സ് വരുമ്പോഴത്തേക്കിന് എന്നാ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് പ്രത്യേക ഈ കൺവേർട്ടേഴ്സ് എല്ലാം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ DC ഇഞ്ചക്ഷനും THDയും ഇത്ര ശതമാനമേ വരാൻ പാടുള്ളൂ, ഇത്ര THD 5% വരാൻ പാടുള്ളൂ എന്നുള്ളത്. അപ്പൊ ഇത് വെച്ചിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്, ഈ ഫിൽട്ടേഴ്സ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പൊ ഈ ഫിൽട്ടേഴ്സ് വെച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ THD നമ്മൾ കുറയ്ക്കാനായിട്ട് മാക്സിമം നോക്കുന്നത്. അപ്പൊ ആ ഒരു ഫിൽട്ടർ കപ്പാസിറ്റേഴ്സും അങ്ങനെയുള്ള ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റേഴ്സും അങ്ങനെയുള്ള കുറെ കപ്പാസിറ്റേഴ്സ് ഇതിനകത്തിൽ നിങ്ങളെ ഓൺ ഗ്രിഡ് ഇൻവെർട്ടർ സൂര്യ തന്നെ കാണാൻ സാധിക്കും. അപ്പം അപ്പൊ ആ ഒരു ബേസിലാണ് ഈ സ്റ്റാൻഡേർഡ് പ്രകാരമാണ് ചെയ്യുന്നത്. അപ്പൊ ഈ സ്റ്റാൻഡേർഡ് പ്രകാരം ചെയ്യുന്ന ഒരു സിസ്റ്റത്തിന് 5% THD വരുത്തുള്ളൂ. ഇപ്പൊ KSEBക്ക് ഓൾറെഡി ഇപ്പൊ അവർക്കൊരു ഇതുണ്ട്, ഒരിക്കലും ഈ പറഞ്ഞ സോളാർ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഈ പറഞ്ഞേക്കുന്ന ഹാർമോണിക്സ് തെള്ളത്തില്ല എന്നുള്ള കാര്യം അവർക്ക് നല്ല രീതി ധാരണയുണ്ട്. കാരണം ഈ പറഞ്ഞ സ്റ്റാൻഡേർഡ് പ്രകാരം ടെസ്റ്റ് ചെയ്ത് വരുന്നെങ്കിൽ ഒരിക്കലും ഇപ്പൊ എല്ലാം TUVയും പിന്നെ ULO എല്ലാം സർട്ടിഫൈ ചെയ്തിട്ടാണ് വരുന്നത്. അപ്പം ഒരു പരിധി വരെ ഇപ്പൊ KSEB അപ്പം ആ ഒരു KSEBയുടെ പവർ ക്വാളിറ്റിയെ തന്നെ നല്ല വിശ്വാസമുണ്ട്. അപ്പം അത് അത്യാവശ്യം നല്ല രീതിയിൽ അതിനകത്തിൽ THD ഉണ്ടെന്നും നല്ല രീതിയിൽ വാല്യൂ മറ്റുള്ള കാര്യങ്ങളുണ്ടെന്നും ഇപ്പൊ ചില ടെസ്റ്റിനൊക്കെ പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. CCTV ഓഫ് ആക്കാനും വീട്ടിലെ ഇൻവെർട്ടർ ഐസൊലേറ്റ് ചെയ്യാനൊക്കെ അവർ പറയും. ഈ പറഞ്ഞേക്കുന്ന പ്രശ്നം വരാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. വീട്ടിലെ ട്യൂബുകൾ ഇതിൽ നിന്നെല്ലാം പ്രശ്നം വരാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ എക്സ്പീരിയൻസ് ആർക്കെങ്കിലും വന്നിട്ടുണ്ടോ? KSEB അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ നിങ്ങളുടെ ഇൻവെർട്ടറുകൾ ഓഫ് ആക്കാനും ഐസൊലേറ്റ് ചെയ്യാനും? ടെസ്റ്റിങ്ങിന് പോകുമ്പോൾ നമ്മുടെ ഇൻവെർട്ടറും ഒക്കെ ഓഫ് ആക്കിയിട്ടായിരിക്കും ടെസ്റ്റിങ്ങിന് അവർ വിളിക്കുന്നത് തന്നെ. അത് പ്രധാന കാര്യം ഈ പറഞ്ഞേക്കുന്ന THD അതിൽ നിന്ന് വരുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പുവരുത്താൻ വേണ്ടിയാണ്. പക്ഷെ അങ്ങനെ വരുമ്പോഴും ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചത്, ഈ THD തന്നെ നമുക്ക് കറണ്ട് ഹാർമോണിക്സും വോൾട്ടേജ് ഹാർമോണിക്സും ഉണ്ട്, രണ്ടും ഉണ്ട്. ഇതിന് രണ്ടിനും ഓരോ പെർമിസിബിൾ വാല്യൂസ് ഉണ്ട്. അതെ, കറണ്ട് ആണെങ്കിൽ നമുക്ക് പ്യൂർലി ഇൻവെർട്ടർ ഔട്ട്പുട്ട് ആണ്. വോൾട്ടേജ് എന്ന് പറയുന്നത് ഇപ്പൊ ഒരു പക്ഷേ ലൈനിലെ വോൾട്ടേജ് ഹാർമോണിക്സ് കൂടുതലാണ്, റിഫ്ലക്ഷൻ ഇവിടെ വരാം. അതെ വരാം. അപ്പൊ അവര് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ന്യൂട്രൽ ഐസൊലേറ്റ് ചെയ്യാൻ, ന്യൂട്രലും കൂടെ ഐസൊലേറ്റ് ചെയ്യാൻ പറയും. അതെ ന്യൂട്രലൂടെ ഐസൊലേറ്റ് ചെയ്ത് ചെയ്യാൻ പറയും. അപ്പം ഒരു പരിധി വരെ ഇപ്പം അങ്ങനെ ഇഷ്യൂസ് ഒന്നും വരുന്നില്ല. പിന്നെ നമ്മൾ ഈ ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് എല്ലാം സബ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു പരിധി വരെ നമുക്ക് ആ ഒരു ഇഷ്യൂ മാറി കിട്ടും. ഇനിയിപ്പോ ഈ പറഞ്ഞേക്കുന്ന റെസിഡൻഷ്യലിന് നല്ലൊരു ഭൂമി ഇപ്പം നമ്മുടെ ഇപ്പൊ ഈ പറഞ്ഞേക്കുന്ന ഇത് വരുമ്പോ എന്തോ അതിന്റെ വരും എന്നാ ഒരു ഇപ്പം കേന്ദ്ര സർക്കാരിന്റെ ഒരു സബ്സിഡിയും കൂടെ വരുമ്പോഴത്തേക്കിന് നല്ലൊരു ബൂം വരും. അപ്പൊ പാനലിന്റെ പ്രൈസ് ഇങ്ങനെ കൂടി നിൽക്കുന്നതുകൊണ്ട് ചെറിയൊരു പമ്മല് വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് ഇങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ട്. എന്നാലും ആ ഒരു ഇപ്പം പമ്മി നിൽക്കുന്നത് ഒരു KSEBയുടെ ഇത് മാറിയിട്ട് മറ്റേ കേന്ദ്ര സർക്കാരിന്റെ ഒരു പോർട്ടൽ ഓപ്പൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് നല്ലൊരു ഭൂമിനി നല്ല രീതിയിൽ പ്രതീക്ഷിക്കാം. സോളാർ മേഖലയിൽ നല്ലൊരു എക്സ്പാൻഷൻ വരും, ഷുവറാണ്. മാർക്കറ്റ് നല്ലതായിട്ട് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു 2 വർഷം കൊണ്ട് നല്ലൊരു എക്സ്പാൻഷൻ ആണ് മാർക്കറ്റിൽ. ഒരുപാട് പുതിയ കമ്പനികൾ വരുന്നു, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നു. ഒരു നല്ലൊരു ബൂം തന്നെ പ്രതീക്ഷിക്കുക. ഈ മേഖല ജോലി ചെയ്യുന്നവർക്കെല്ലാം നല്ല ഒരു ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട്. കാരണം ഞങ്ങൾ ജോലി ചെയ്യുന്ന കുട്ടികളുടെ അടുക്ക പറയും, നിങ്ങളെ കൊണ്ട് മരം ഒന്നും നടാൻ പറ്റത്തില്ല, നാടിന് നല്ലതും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ നീ ഒരു സോളാർ വെച്ച് കഴിഞ്ഞാൽ തന്നെ നീ ഒരു 5 കിലോവാട്ട് നീ അത്രയും
കാർബൺ ഈ ഭൂമിയിൽ നിന്ന് ഇത് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ചുമ്മാ തമാശക്ക് പറയും. പക്ഷെ ഒരു റിയൽ ആണത്. കാരണം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ പ്രകൃതിക്ക് വേണ്ടിയും എല്ലാം ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയാണ്. പക്ഷെ നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നതിനകത്ത് ഒരു നന്മയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ സോളാർ മേഖലയിൽ എനിക്ക് നിൽക്കാനും എല്ലാവരുടെ അടുക്കലും ഞാൻ പറയുന്നത്, നമ്മളൊരു നന്മയും ചെയ്യുന്നുണ്ട്. അതിന്റെ ദൈവത്തിന്റെ കൃപ നമുക്കും കിട്ടുന്നുണ്ട്. കാരണം ഇത്രയും പ്രോഫിറ്റ് കിട്ടുന്ന വേറൊരു മേഖല സത്യം പറഞ്ഞു കഴിഞ്ഞാല് വേറൊരു മേഖലയിൽ എനിക്ക് തോന്നുന്നില്ല ഇത്രയും ഒരു പ്രോഫിറ്റ് കയറുന്നുണ്ടെന്ന് പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഇത്ര നിർത്തിക്കോട്ടെ കണ്ണ ചേട്ടാ. അതുപോലെ നല്ലൊരു സർവീസിന്റെ ആസ്പെക്റ്റും ഉണ്ട്. ഈ വയ്ക്കുന്ന സോളാർ സ്കീം അത്രയും അടുത്ത 25 വർഷം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സർവീസ് സെഗ്മെന്റിലും ടെക്നീഷ്യന്മാരുടെ ആവശ്യം ഉണ്ടാവും. അതെ 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 ജോബ് ഓപ്പർച്യൂണിറ്റിയാണ് കിടക്കുന്നത് നമ്മുടെ മുന്നില്. അതെ 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 അത് യൂട്ടിലൈസ് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. അതെ അതെ പറഞ്ഞാൽ വേണ്ട, എല്ലാവർക്കും എല്ലാവരുടേതായ സ്പേസ് ഉണ്ട്. ആ സ്പേസ് യൂട്ടിലൈസ് ചെയ്യുകയെന്നാണ് ചെയ്യുന്നത്. ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരാളുടെ മണ്ടയ്ക്ക് ഒരാളും കയറുക എന്നുള്ളതിന് ഉപരി നമ്മളൊരു സ്പേസ് യൂട്ടിലൈസ് ചെയ്ത് നമ്മളതായിട്ടുള്ള ഒരു ഇത് യൂട്ടിലൈസ് ചെയ്തിട്ട് ഇപ്പൊ നിൽക്കുവാണെന്നുണ്ടെങ്കിൽ, കാരണം ഈ 2 മാസമായിട്ട് കണ്ടുവന്നേക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പാനലിന്റെ പ്രൈസ് ഭയങ്കരമായിട്ട് കൂടുകയും ഈ ചെറിയ താഴെ ഇപ്പൊ ചെയ്തു തുടങ്ങിയ കുറെ ബിഗിനേഴ്സ് ഇൻഡിവിജ്വൽ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഈ പ്രൊജക്ട് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നു. ആ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്കും പലരും നിർത്തി പോകുന്നതായിട്ട് കണ്ടു. അപ്പൊ ഈ പറഞ്ഞേക്കുന്നതിന്റെ എല്ലാ സർവീസുകളും ഇനിയിപ്പോ ലോങ് റണ്ണിൽ നല്ലൊരു സർവീസിന് എന്തായാലും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇനി സർവീസ് ബേസ്ഡ് ആയിട്ട് തന്നെ വരും. പിന്നെ അതിന്റെ കൂട്ടത്തിൽ ഈ പറഞ്ഞേക്കുന്ന കമ്പനിയായിട്ട് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് സത്യം പറഞ്ഞാൽ നിലനിന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ലൊരു ഓപ്പർച്യൂണിറ്റി, നല്ലൊരു മേഖലയായി, സ്ഥിരതയുള്ള ഒരു മേഖലയാണ്. ഒരു നല്ലൊരു സെഷൻ ആയിരുന്നു. എല്ലാവർക്കും സിമ്പിൾ ആയിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചു. വളരെ ഡീപ്പായിട്ടുള്ളൊരു വിഷയമായിരുന്നു അരുൺ ഇന്ന് കണ്ടക്ട് ചെയ്തത്. ഓൺ ഗ്രിഡിലെ വിവിധ മേഖലകള്, മൈക്രോ ഇൻവെർട്ടറും സ്മാർട്ട് ഗ്രിഡും അതെല്ലാം കവർ ചെയ്തിരുന്നു. തീർച്ചയായും ഞങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തു. അരുൺ താങ്ക്സ്, നല്ലൊരു സപ്പോർട്ടിന്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ക്ലബ് ഹൗസിലും ഇത് ചെയ്യുന്ന ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിലുള്ള അംഗങ്ങൾക്കും നന്ദി പറയുന്നു. താങ്ക് യു.